Glory to God. Thank you, Jesus. Oh, Father, love you. Love you. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് പാസ്റ്റർ ഷാജി വർഗീസ് ആണ്. ഇന്ന് നമ്മുടെ എല്ലാ വ്യാഴാഴ്ചയും നടക്കുന്നത് പോലെ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് പാസ്റ്റർ സ്വാഗതം ചെയ്യുന്നു. ഗോസ്പൽ TV UP-യിലെ പാസ്റ്റർ സ്വാഗതം. Thank you very much. Thank you very much. Glory to God. Hallelujah. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആരംഭിക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ക്രിസ്തുവിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത് വളർത്തി തലയോളം വളർത്തി അങ്ങയോട് ചേർക്കുന്ന അങ്ങയുടെ മഹാപദ്ധതിക്കായി നമ്മോട് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ തേജസ്സും എല്ലാം നിറഞ്ഞു നിൽക്കുവാൻ അങ്ങയുടെ ആഗ്രഹം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷേകം ആത്മാവിലും ജഡത്തിലും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുവാൻ പ്രിയ നല്ല പിതാവെ അങ്ങയുടെ ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ഇപ്പോൾ അനുഭവിക്കുന്ന, തുടർന്ന് അനുഭവിക്കാൻ പോകുന്ന എല്ലാവർക്കും ഇത് അങ്ങയുടെ വലിയൊരു ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം ദുഷ്ടൻ കലക്കിയിട്ടിരിക്കുന്ന, കൺഫ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന മണ്ഡലങ്ങളെ അങ്ങ് ഒരു തെളിഞ്ഞ വെള്ളം പോലെ ആക്കിയെടുക്കുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ നല്ല പിതാവേ, അപ്പോൾ തന്നെ ഇതിന് മുഖാന്തരമായിരിക്കുന്ന ഗോസ്പൽ TVയെയും അതിൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ മകനെയും കുടുംബത്തെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരും അങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാൻ, എല്ലാവരും ക്രിസ്തുവിൽ അങ്ങിൽ എത്തിച്ചേരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവവചനത്തിന്റെ തണലിൽ പരസ്പരം കാണുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു 7 സന്ദേശങ്ങൾ വളരെ പ്രാധാന്യമേറിയ സന്ദേശങ്ങളാണ്. അത് നിങ്ങൾ പ്രത്യേകിച്ച് കേൾക്കുക, അത് മനസ്സിലാക്കുക. ആ 7 സന്ദേശങ്ങളും ദൈവം നമുക്ക് തരുന്ന മുത്തുകളാണ്. ആ സന്ദേശം ഇതാണ്: ദൈവം ആരാണ്, ദൈവപുത്രൻ ആരാണ്, നമ്മൾ ആരാണ്, എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ ആ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ നല്ലത്. ആ സന്ദേശത്തിന്റെ സാരം ഇതാണ്: അത്യുന്നതനായ ദൈവം ഏകനാണ്. താൻ മാത്രം അമർത്യതയുള്ളവനാണ്. ധന്യനായ ഏകാധിപതിയാണ്. സ്വയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഒരേ ഒരാളെ യൂണിവേഴ്സിലുള്ളൂ. ആ വ്യക്തിത്വമാണ് യേശു ക്രിസ്തുവിന്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവ്. ഇതാണ് യേശു ക്രിസ്തു പറയുന്നത് ഏക. അപ്പൊ എപ്പോഴും മനസ്സിലാക്കിക്കോളണം, നമ്മൾ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന്റെ വിശ്വാസമുള്ളവരായിരിക്കണം. ഇനി തുടർന്ന് ദൈവപുത്രൻ എങ്ങനെയാണ് നാം അതിൽ പഠിച്ചു. ദൈവപുത്രനായ ക്രിസ്തു ധന്യനായ ഏകാധിപതി അല്ല. ധന്യനായ ഏകാധിപതി ആരെയും ആശ്രയിക്കാതെ നിലകൊള്ളുന്നതാണ്. ഞാൻ സർവ്വജഡത്തിന്റെ ദൈവമായ യഹോവയല്ലോ, എന്നാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇതാണ് ധന്യനായ ഏകാധിപതി. ഞാൻ എന്റെ ഇഷ്ടമൊക്കെ നിവർത്തിക്കും. എന്നാൽ ദൈവപുത്രനായ ക്രിസ്തു അങ്ങനെയല്ല. പിതാവിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന പുത്രനാണ്. ആശ്രയിച്ച് പ്രവർത്തിക്കുക. ഇതാണ് ദൈവപുത്രൻ പറയുന്നത്: എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്റെ പിതാവ് എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഞാൻ ചെയ്യും. ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കും. ഇതാണ് പുത്രൻ പറയുന്നത്. ഇനി ആ പുത്രന് ജീവൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? പിതാവിന് താൻ മാത്രം അമർത്യതയുള്ള പിതാവ്. പുത്രൻ പറയാണ് ജീവനുള്ള പിതാവ്. അപ്പൊ പിതാവിന് എന്നാ ഉണ്ട്? ജീവനുണ്ട്. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ. അപ്പൊ പുത്രൻ എങ്ങനെയാ ജീവിക്കണേ? പിതാവിൻ മൂലമാണ് ജീവിക്കുന്നത്. ഇതാണ് ദൈവത്തിന്റെ വചനം. യോഹന്നാൻ 5:26
6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും ജീവൻ ഉണ്ടാകാൻ വരം കൊടുത്തിരിക്കുന്നു. ഇറ്റ്സ് എ ഡെലിഗേറ്റഡ് വൺ, കൊടുത്തിരിക്കുക, ഗിഫ്റ്റഡ് ആണ്. അപ്പോ ആ പുത്രൻ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാലാണ്. പുത്രന്റെ പ്രവർത്തനത്തിൽ ത്രിയേക പ്രവർത്തനമുണ്ട്. അതിന്റെ പേരാണ് ബൈബിൾ ഇട്ടിരിക്കുന്ന ലോ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ നിയമം. പിതാവ്, അതെന്താണ്? പിതാവ് തന്റെ പുത്രനായ ക്രിസ്തുവിൽ തന്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ ഏകീകൃത പ്രവർത്തനം ക്രിസ്തുവിൽ. അതിന്റെ പേരാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. എന്നാൽ പിതാവ് അങ്ങനെയല്ല, പിതാവ് ഏകനായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വം. ഹല്ലേലൂയ. എന്നാൽ പുത്രനിലൂടെ പിതാവ് പ്രവർത്തിക്കുമ്പോൾ അത് ത്രിയേകമായി പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ്. അപ്പോ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ടാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു നമ്മളുടെ മാതാപിതാക്കന്മാർ സ്വർഗസ്ഥ പിതാവോ കർത്താവ് യേശുവോ അപ്പോസ്തലന്മാരോ ബൈബിളോ പറയാത്ത ഒരു ത്രിയേക ദൈവത്തെ ഉണ്ടാക്കി വെച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിൽ ഒരു ത്രിയേക പ്രവർത്തനമുണ്ട്. ഹല്ലേലൂയ. ദൈവപുത്രനായ ക്രിസ്തുവിൽ. ഇനി നമ്മളുടെ കാര്യം, അടുത്തത് നമ്മളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തുവെ പോലെ ആയി തീരാനാണ്. റോമ 8:29. തന്റെ പുത്രനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യം ജനിച്ചവനാകേണ്ടതിന് ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ എന്നെയും നിങ്ങളെയും മുൻനിയമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ആരെ പോലെ ആകാൻ മുൻനിയമിച്ച്? സ്വർഗസ്ഥ പിതാവിനെ പോലെ ആകാനല്ല, ധന്യനായ ഏകാധിപതിയെ പോലെ ആകാനല്ല, പകരം ആ ധന്യനായ ഏകാധിപതിയുടെ ഒരേ ഒരു മകനായ ആ ക്രിസ്തുവെ പോലെ ആകാനാണ് നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ പ്രവർത്തനവും സ്വർഗസ്ഥ പിതാവിന്റെ പ്രവർത്തനം പോലെയല്ല, ക്രിസ്തുവിന്റെ പ്രവർത്തനം പോലെയാണ് നമ്മളുടെ പ്രവർത്തനം. ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ത്രിയേകമാണ്. നമ്മുടെ ഭാഷയിൽ എളുപ്പം മനസ്സിലാകുന്നതാണ്. എന്നാൽ ബൈബിളിൽ അങ്ങനെ ത്രിയേകം എന്നൊരു വേടൊന്നുമില്ല. പക്ഷെ ബൈബിളിൽ പറയുന്ന പേര് ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം എന്നാണ് അവിടെ ബൈബിളിൽ പറയുന്ന പേര്. അതുകൊണ്ട് ക്രിസ്തുവിലുണ്ടായ അതേ ലോ ഓഫ് ദ സ്പിരിറ്റ് വേണം നമ്മൾ ഉപയോഗിക്കുവാൻ. അത് ഓൾറെഡി നമ്മൾ പഠിച്ചു. റോമ 8-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്ന ഈ ലോ ഓഫ് ദ സ്പിരിറ്റ് ക്രിസ്തുവിൽ പ്രവർത്തിച്ചിരുന്ന നിയമമാണ്. ഇത് നമ്മളിലും പ്രവർത്തിച്ചാൽ നമുക്ക് ജയമുണ്ടാകും. എടുത്താൻ കിട്ടിയല്ലോ. അപ്പോ ഇനി നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് പോവുകയാണ്. എന്തിനാണ് ഇതൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്? ഇതൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം ബൈബിൾ നമ്മുടെ കയ്യിലില്ലാഞ്ഞിട്ടല്ല. നമ്മുടെ ശത്രുവാകുന്ന പിശാച് അവൻ കളിക്കുന്നത് നമ്മുടെ അറിവില്ലായ്മകളിലാണ്. നമ്മുടെ അറിവില്ലായ്മകളെ മുതലെടുത്ത് അവൻ കലക്കി കളയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കലക്ക വെള്ളത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ ആ വെള്ളം തെളിഞ്ഞു വരുമ്പോ നമുക്ക് താഴെയുള്ള ഈവൻ ചരൽക്കല്ലുകൾ പോലും കാണാം. സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നത് പിശാച് നമ്മുടെ അറിവില്ലായ്മയിലൂടെ കലക്കി കളഞ്ഞത് തെളിയിച്ചു തരികയാണ്. എന്തിനാണ്? നമ്മൾ വ്യക്തമായി കാണണം. കണ്ടാലേ നാം അവകാശമാക്കുകയുള്ളൂ. അപ്പൊ നാം വ്യക്തമായി കാണുക, ദൈവം എന്താണ് ചെയ്യുന്നത് എന്ന് കാണുക. എന്നിട്ട് അതിൽ നമ്മുടെ ഭാഗം എന്താണെന്ന് മനസ്സിലാക്കുക. അതിൽ നമ്മൾ എൻറോൾ ചെയ്യുക, നമ്മളുടെ പാത്രത്തെ സ്വന്തമാക്കുക. ജാതികളിയോ ഡിനോമിനേഷനുകളിയോ സംഘടനകളിയോ സ്വയം രാജാവുകളിയോ ഒന്നും വേണ്ട. പകരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിനെ പ്രാപ്തമാക്കാൻ നമുക്ക് ക്രിസ്തുവിനെ തന്നിട്ടുണ്ട്. ആ ക്രിസ്തു മാത്രം മതി നമുക്ക് പിതാവിന്റെ അടുക്കലേക്ക്. ഹല്ലേലൂയ. അപ്പൊ തുടർന്ന് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് അടക്കുക. അപ്പൊ ഇന്നത്തെ ശുശ്രൂഷയുടെ ടൈറ്റിൽ നിങ്ങൾ കേട്ടായിരുന്നല്ലോ. കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം. ക്രിസ്ത്യാനികളുടെ പലവിധ സുവിശേഷങ്ങളും ദൈവത്തിന്റെ ഒരേ ഒരു സുവിശേഷം. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് പലവിധ സുവിശേഷമുണ്ട്. കാരണം ഈ ഒരു ബൈബിള് വെച്ചിട്ട് പിശാച് ക്രിസ്ത്യാനികളുടെ അറിവില്ലായ്മ നിമിത്തം അത് പല പല സുവിശേഷമാക്കി മാറ്റി. എന്നാൽ ദൈവത്തിന് സുവിശേഷം ഒന്നേ ഉള്ളൂ. അപ്പോ ഇവിടെ കലക്കിയിട്ടിരിക്കുന്ന ഈ കലക്ക വെള്ളം ഒന്ന് തെളിയാൻ വേണ്ടിയാണ് ഇന്നത്തെ സന്ദേശം. സുവിശേഷ കലക്കൽ. അപ്പൊ സുവിശേഷത്തെ കലക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കലങ്ങിയല്ലോ. കാരണം സുവിശേഷമാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. ആ സുവിശേഷ ആലോചന അത് കലക്കിയിട്ടിരിക്കുക. അപ്പോ അതെന്താണ് എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. എന്റെയൊക്കെ വളർച്ചയുടെ സമയത്ത് പലരും കൺഫ്യൂസ് ചെയ്യിച്ചൊരു കാര്യമാണ് പല പല സുവിശേഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ
പലരും പറയുന്നത് അത് ഞങ്ങൾക്കുള്ള നല്ല സുവിശേഷം അല്ല, അത് മറ്റവർക്കുള്ള സുവിശേഷമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്റെ ചിന്ത എത്രയായി, അവർക്കൊരു സുവിശേഷം ഉണ്ടല്ലേ, അപ്പൊ ഇവർക്ക് വേറെ സുവിശേഷം ഉണ്ടല്ലേ എന്ന ചിന്തയിലേക്ക് വന്നു. അപ്പൊ കലങ്ങാണ്, മനസ്സ് കലങ്ങാ. അപ്പൊ എനിക്ക് ഏതാ സുവിശേഷം എന്നാണ് ഇതിനെ അർത്ഥ ചോദ്യം. പല പല സുവിശേഷങ്ങളാണ്. അത് യഹൂദന്മാർക്കുള്ളതാ, അത് ഞങ്ങൾക്കുള്ളതല്ല. അപ്പൊ ഞങ്ങൾക്കുള്ളത് എന്താ? ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെയാ. അപ്പൊ മറ്റവർക്കോ? ഞങ്ങൾക്ക് കൃപയുടെയാണോ? ഞങ്ങൾക്ക് കൃപയുടെ സുവിശേഷമാണ്. പല തരത്തിലുള്ള സുവിശേഷത്തെ കുറിച്ച് കേൾക്കുന്നു. അപ്പൊ ചിലര് പറയാണ്, എടോ ഞങ്ങൾക്ക് രക്ഷയുടെ സുവിശേഷമാണോ? രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതിയടോ. ഇപ്പൊ ഒരു സാധാ വിശ്വാസി ഇവിടെ കൺഫ്യൂസ് ആകുക, ഇത് ഏതാണ്? കർത്താവിന്റെ വചനം പറയുന്നു, ഇരുമനസ്സുള്ളവൻ തന്റെ സകല വഴികളിലും അസ്ഥിരനാണ്. അപ്പൊ ഇവിടെ ഇരുമനസ്സല്ല, ഓരോ വാക്ക്, ഓരോ ചിന്തകളും ഓരോ വഴികളാണ്. അപ്പൊ പല വഴികളായി മനുഷ്യന്റെ മുമ്പില്. അവൻ ഏതിലൂടെ കയറണമെന്ന് അറിയാതെ അവൻ സ്തംഭിച്ചു നിൽക്കും. ഇതാണ് പിശാചിന്റെ നേട്ടം. ഇതാണ് പിശാചിന്റെ നേട്ടം. നാം അറിഞ്ഞും, ബൈബിള് പറയുന്നു, നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ ഓർത്തു നിൽക്കണം. അറിയണം. എന്തറിയണം? സത്യം അറിയണം. അതാ കർത്താവ് പറഞ്ഞ, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അറിഞ്ഞും നിശ്ചയം പ്രാപിക്കണം അതിന്. ഹല്ലേലൂയ. അവര് വന്ന് അങ്ങനെ പറയുമ്പോൾ തട്ടി താഴേക്ക് പോകരുത്. ഇവര് പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ തട്ടി താഴേക്ക് പോകരുത്. കാരണം പലരെയും കേട്ടാലുള്ള പ്രശ്നം ഇത്. ആദ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ ഏതാ സത്യമെന്ന്. ആ സത്യം തിരിച്ചറിഞ്ഞാൽ പിന്നെ കേൾക്കാൻ പോകരുത്, അത് തന്നെ കേൾക്കണം. ആ ലക്ഷ്യം കറക്റ്റ് ആണെങ്കിൽ അത് തന്നെ കേൾക്കണം. ആദ്യത്തെ പ്രശ്നം ഹവ്വാമ്മച്ചിക്ക് ഉണ്ടായ പ്രശ്നം എന്താ? ആദം ഹവ്വ ദമ്പതികൾ, ദൈവം അവരോട് എന്നാ പറഞ്ഞേ? അവരോട് പറഞ്ഞൊരു കാര്യം, ഇതാ തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെയും ഫലം ഇഷ്ടം പോലെ തിന്നാം, പക്ഷേ ഒരു വൃക്ഷത്തിന്റെ മാത്രം പാടില്ല. നന്മ തിന്മകൾക്ക് അതിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. നല്ല കുടുംബജീവിതം, ഭാര്യയും ഭർത്താവും സന്തോഷിച്ച് കണ്ടതൊക്കെ പറിച്ചൊക്കെ തിന്ന്, ഇതാ ഒന്ന് മാത്രം പറിക്കണ്ടെന്നല്ലേ ഉള്ളൂ, എന്തോരം പറിച്ചാലും തീരത്തില്ല, പിന്നെയാണ് ആ ഒന്ന് പറിക്കാൻ പോണേ. അപ്പൊ അവന് കഴിച്ചൊക്കെ സന്തോഷിച്ച് നടന്ന സമയത്താണ് ഇത്ര നാൾ എന്ത് മാത്രമേ കേട്ടിട്ടുള്ളൂ? ഒന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇരുമനസ്സില്ല, ഒരു മനസ്സേ ഉള്ളൂ. ഒന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോഴാണ് ഈ സഹോദരിക്ക് ഒരു മീറ്റിങ്ങിന് പോകണമെന്ന് ആഗ്രഹം. അങ്ങനെ ഈ സഹോദരി ഒരു മീറ്റിങ്ങിന് പോയി. ആ മീറ്റിംഗ് നടത്തിയത്, കണ്ടക്ട് ചെയ്തത് പിശാചാണ്. പിശാച് അന്നത്തെ പ്രസംഗൻ സർപ്പന്റായിരുന്നു. സർപ്പമേ. അങ്ങനെ സർപ്പം പ്രസംഗിച്ചത് വളരെ ആത്മീയത നിറഞ്ഞൊരു സന്ദേശമായിരുന്നു. ആ സന്ദേശത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ചിലപ്പോ നമുക്കിപ്പോ ആത്മനിർഭരമൊക്കെ വരും. നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അങ്ങനെ ആ പ്രസംഗം കഴിഞ്ഞപ്പോ ഹവ്വാമ്മച്ചി മുമ്പോട്ട് പോയി സമർപ്പിച്ചു. എന്തിനാണെന്നറിയാമോ? ദൈവത്തെ പോലെ ആകാൻ. ദൈവത്തെ പോലെ ആകണ്ടേ നമുക്ക്? ഇതാണ് പിശാചിന്റെ തന്ത്രം. നിങ്ങൾ തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഇതാ അങ്ങനെ ഹവ്വാമ്മച്ചി സമർപ്പിച്ചു. ആ വിലക്കപ്പെട്ട ഫലം കഴിച്ചു. അപ്പോ ഹവ്വാമ്മച്ചി ആ പ്രസംഗം കേട്ടപ്പോ ഹവ്വാമ്മച്ചിയുടെ മനസ്സിൽ എത്ര വഴികളായി. ദൈവം പറഞ്ഞ വഴി മാത്രമല്ല, ഇതാ പിശാച് പറഞ്ഞ വഴിയായി. രണ്ട് വഴിയായി. ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരൻ. ആദ്യ കുടുംബം തന്നെ അസ്ഥിരമായി. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവം പറഞ്ഞ സത്യമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ പിന്നെ വേറെ എന്തിനാ കേൾക്കാൻ പോണേ? എപ്പോഴും മനസ്സിലാക്കുക, സത്യം തിരിച്ചറിയുക. സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. പലരുടെയും വിഷയം എന്നാന്നറിയാമോ? പലതും കേൾക്കുന്നത് കൊണ്ടാണ് പലരുടെയും വിഷയം. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കുന്നത്, സത്യം നിങ്ങളെ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തിക്കുന്ന ഒരു ദൈവദാസൻ നിങ്ങൾക്ക് ശുശ്രൂഷനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജനം, അനുഗ്രഹിക്കപ്പെട്ടതാണ്. അത് ഉറപ്പിക്കണം. അതുകൊണ്ട് മത്തായി 7:21, 22, 23 സഭകളിൽ പോകുന്ന മക്കളാകരുത്. മത്തായി 7:21, 22, 23 സഭകൾ സ്വീകരിക്കുന്ന പരിപാടിയുണ്ട്, അഭിഷേകമുണ്ട്, രോഗികളെ സൗഖ്യമാക്കലുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കലുണ്ട്, പ്രവചനമുണ്ട്, പിന്നെ അവസാനം നരകത്തിലേക്ക് യാത്രയുണ്ട്.
അങ്ങനെയുള്ള സഭകളിലാകരുത്. പകരം നിങ്ങളെ ദൈവരാജ്യം അവകാശമാക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തു ആവശ്യപ്പെടുന്നത് എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. ആ പിതാവിന്റെ ഇഷ്ടമാണോ നിങ്ങളുടെ ദേവദാസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ? ധൈര്യമായിട്ട് ഹല്ലേലൂയ, ധൈര്യമായിട്ട് പൊക്കോ. അങ്ങനെ പറഞ്ഞ് പിന്നെ നിങ്ങൾ വേറൊന്നും കേൾക്കാനും പോകരുത്. ഹല്ലേലൂയ, കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. കാരണം പല വഴികളുണ്ട്. ഇപ്പോ എൻ്റെ ഒരു സഹോദരന് കുടുംബമായിട്ട് വന്നു. അപ്പോ അവർക്ക് തിരിച്ചു പോകേണ്ടത് കോട്ടയത്താ. ഇപ്പൊ ഞാൻ കൊച്ചിയിലാണേ. അവർക്ക് തിരിച്ചു പോകേണ്ടത് കോട്ടയത്താ. അപ്പൊ ഞങ്ങളെല്ലാം ഗൾഫിലുള്ളവരാണ്. അപ്പൊ ഇപ്പൊ അവധിക്ക് എല്ലാവരും വന്നിരിക്കുന്ന സമയമാണ്. അപ്പോ പ്രിയ സഹോദരങ്ങൾ തിരിച്ചു പോകുന്നത് കോട്ടയത്താ. അപ്പൊ എനിക്കറിയാം എറണാകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ട്രാഫിക്കിൽ എറണാകുളം തന്നെയാണ്. അപ്പൊ അങ്ങോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ അവര് എളുപ്പമൊന്നും അവിടെ എത്തത്തില്ല, സിറ്റിയിലേക്ക് കയറിയാൽ. അപ്പൊ ഞാന് അവർക്ക് വേറൊരു വഴി പറഞ്ഞു കൊടുത്തു. അവർക്ക് ഇതുവരെ അറിയാത്ത വേറൊരു വഴി. ഒരു ഇടയിലൂടെ കയറി പിറവം വഴി മോലിപ്പള്ളി വഴി കയറി പോകാൻ പറഞ്ഞു കൊടുത്തു. അപ്പോ അവര് അതുവഴി സന്തോഷത്തോടെ പോയിട്ടുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ മറ്റൊരു വ്യക്തി പറഞ്ഞു തരുന്നതും ചിലപ്പോൾ ലക്ഷ്യം സെയിമായിരിക്കും, പക്ഷെ വേറൊരു വഴിയായിരിക്കും. പക്ഷെ കേൾക്കുന്ന വ്യക്തിക്ക് കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണോ ശരി, ഇതാണോ ശരി? അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം ഉറപ്പിക്കുക. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ എത്തുക എന്നുള്ളതാണ്. ആരിലൂടെ? വഴി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. അപ്പോ ലക്ഷ്യം ഉറപ്പിക്കുക, ക്രിസ്തുവിൽ ആരംഭിക്കുക, ക്രിസ്തുവിൽ യാത്രയാവുക, ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നതിന്റെ അർത്ഥം. യാത്രയാവുക, സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുക. അപ്പൊ ഇത് ഉറപ്പിക്കുക. എന്നിട്ട് പിന്നെ അതും ഇതും കേൾക്കാനൊന്നും പോകരുത്. അതായത് കേൾക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം കൺഫ്യൂഷനിലേക്ക് പോകും. അല്ല, എനിക്ക് എന്ത് കേട്ടാലും കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലയോ? കേട്ടോ, അവനവന്റെ ഭാവിയുടെ ഉത്തരവാദിത്വം അവനവന് തന്നെ. അമ്മച്ചിക്ക് ഉണ്ടായ അപകടം ആ ആദ്യ കുടുംബത്തിനുണ്ടായ അപകടം ഉണ്ടാകരുതെന്ന് ഉറപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണ്. ക്രിസ്ത്യാനികളുടെ പലവിധ സുവിശേഷം, ദൈവത്തിന്റെ ഒരേ ഒരു സുവിശേഷം. എപ്പോഴും മനസ്സിലാക്കുക, ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയാമോ? നല്ല വിശേഷം, ഗുഡ് ന്യൂസ്. ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്ന ഒരു സുവിശേഷം ബൈബിളിലുണ്ട്. അത് ദൈവം നമ്മളെ കുറിച്ച് പദ്ധതി ഇട്ടിരിക്കുന്ന നമ്മളുടെ ഭാവിയാണ്. അതിന്റെ ഉള്ളില് പല പല നല്ല വിശേഷങ്ങളുണ്ട്, സുവിശേഷങ്ങളുണ്ട് അതിന്റെ ഉള്ളില്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പൻ ഒരു വീട് ഗിഫ്റ്റ് ആയിട്ട് തന്നു, വളരെ സന്തോഷം. ആ വീട് ഗിഫ്റ്റ് ആയിട്ട് ഒരു 10K സൊല്യൂഷനിലൂടെ വാങ്ങിച്ച ഒരു കീ, മോളെ എന്ന മോനെ നിനക്കിരിക്കട്ടെ. സന്തോഷമായി അല്ലെ? ആ വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെന്നപ്പോ അവിടെ കിടക്കണു ഒരു കാർ പോർച്ചില്. അപ്പനോട് വിളിച്ചു ചോദിച്ചു, അപ്പ ഇവിടെ കാർ പോർച്ചിൽ ഒരു കാർ കിടക്കുന്നു. എടി മോളെ, അത് ഞാൻ നിനക്കായിട്ട് വാങ്ങിച്ചിട്ടതാ. ഓ, സുവിശേഷത്തിന്റെ ഉള്ളിലൊരു സുവിശേഷം, നല്ല വിശേഷത്തിന്റെ ഉള്ളിൽ വേറെ നല്ല വിശേഷം. വീട്ടിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോ സോഫയും ഡൈനിങ് ടേബിളും ബെഡ്റൂമിലും അവിടെയുള്ള ആ കിടക്കയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അലങ്കരിച്ചിട്ടിരിക്കുന്നു. അപ്പനെ വീണ്ടും വിളിച്ചു ചോദിച്ചു, മോളെ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇതൊക്കെ. അപ്പോ ഇതാ നല്ല വിശേഷത്തിന്റെ ഉള്ളില് പല പല നല്ല വിശേഷങ്ങൾ. ഇതേപോലെയാണ് സുവിശേഷം. നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയാണ് സുവിശേഷം. അതിന്റെ പേരാണ് ദൈവത്തിന്റെ സുവിശേഷം. ഈ ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ഉള്ളില് പല പല സുവിശേഷങ്ങളുണ്ട്. അറിയാൻ പാടില്ലാത്തൊരു ഇതൊക്കെ ഓരോരോ സുവിശേഷം, ഇത് ശങ്കരൻ, ഇത് തുമ്മിച്ചന് എന്ന രീതിയിലും മാറ്റും. അങ്ങനെ മാറ്റരുത്. ഈ സുവിശേഷം സർവമാനവജാതിക്കുള്ളതാണ്. സർവമാനവജാതിക്കുള്ളതാണ്, മനസ്സിലാക്കുക. പക്ഷെ അതിന്റെ ഓർഡർ ഉണ്ട്. ഓർഡർ എന്ന് പറയുന്നത് ആദ്യം യഹൂദനും
പിന്നെ യവനനും. അപ്പൊ ഈ വചനമൊക്കെ വെച്ചിട്ട് ഇത് വെട്ടിമുറിക്കരുത്. യേശു ക്രിസ്തുവിനോട് പിതാവ് പറഞ്ഞു, നീ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകൾക്ക് മാത്രം ചെല്ലുക. കാരണം അതിന്റെ ഓർഡർ അങ്ങനെയാ, ആദ്യം യഹൂദന്. പക്ഷെ യേശു ക്രിസ്തു അപ്പൊ തന്നെ പറഞ്ഞു, ഈ ആട്ടിൻകൂട്ടത്തിൽ പെടാത്ത വേറെ ആട്ടിൻകൂട്ടം എനിക്കുണ്ട്, അതാണ് ജാതികളുടെ കൂട്ടം. ഞാൻ അവരെയും നടത്തേണ്ടതാവും. അങ്ങനെ ഈ രണ്ടാട്ടിൻകൂട്ടവും ഇസ്രായേലും ജാതികളും കൂടെ ഒരാട്ടിൻകൂട്ടമാവും, ഒരു ഇടയനുമാകും. അപ്പോ ഈ കാര്യങ്ങളൊന്നും മറക്കരുത്. അപ്പൊ വളരെ വ്യക്തതയോടെ നമുക്ക് ഈ പല പല ഗോസ്പലുകൾ നമുക്ക് അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറയുമെന്ന് ചിന്തിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യം പിടുത്തം കിട്ടും. ആരും നിങ്ങളുടെ അറിവില്ലായ്മ നിമിത്തം കൺഫ്യൂസ് ചെയ്യരുത്. ഹല്ലേലൂയ. ഗോസ്പൽ ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ ഗോസ്പൽ ഒന്നേ ഉള്ളൂ. അത് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആലോചനയാണ്, നമ്മുടെ ഭാവിയാണ്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് ചില വചനങ്ങൾ വായിക്കാം. കാര്യം ഞാൻ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു അങ്ങനെ ആകാമല്ലോ എന്നൊക്കെ പറയുന്നതല്ല. കാരണം ഇത് മനുഷ്യാലോചനയല്ല, ഇത് ദൈവാലോചനയാണ്. അപ്പൊ ദൈവം എന്ത് പറയുന്നെന്ന് ഉറപ്പിക്കേണ്ടത് വിശുദ്ധ ബൈബിളിലെ വചനത്തിലൂടെ. വചനത്തിലില്ലയോ വിശ്വസിക്കരുത്. നിങ്ങൾ എന്നെയും വിശ്വസിക്കരുത്, ലോകത്തിലെ ആരെയും വിശ്വസിക്കരുത്. ബൈബിൾ ഇല്ലാത്താണ് പറഞ്ഞതെങ്കിൽ ബൈബിളിൽ ഉള്ളത് വിശ്വസിച്ചാൽ മതി. കർത്താവ് യേശു ഇങ്ങനെയാണല്ലോ പറഞ്ഞേ, എന്റെ ഈ വചനത്തിൽ പണിയുന്നത് നിലനിൽക്കും, അല്ലാത്തവൻ താഴെ വീഴും. അപ്പൊ വചനത്തിൽ പണിയുക. നമ്മളെല്ലാം ഈ ശരീരത്തിൽ നിന്ന് ഒരു അല്പ ദിവസത്തിനുള്ളിൽ മാറ്റപ്പെടണം. അപ്പൊ നമ്മൾ നിലനിൽക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ വചനത്തിൽ പണിതാൽ നമ്മൾ നിലനിൽക്കും. നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാവും. ഹല്ലേലൂയ. ചുമ്മാ ഒരു പണിയല്ല, റിസൾട്ട് ഉണ്ടാവും. അപ്പോ ഇതാ ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കുക. വായിക്കാൻ പറ്റുമോ? നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. അപ്പോ ഇവിടെ പറയാണ്, ഞങ്ങൾ അറിയിച്ച സുവിശേഷം ദൈവത്തിന്റെ സുവിശേഷമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം, ദൈവത്തിന്റെ സുവിശേഷം. ഹല്ലേലൂയ. സുവിശേഷത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പൊ ചിലർ പറയും അത് വേറെ, ഞങ്ങളുടെ സുവിശേഷം ഇതല്ല, ഞങ്ങളുടെ സുവിശേഷം ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അപ്പൊ ചില പാർട്ടികളോ ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഈ താഴെ യൂട്യൂബിന്റെ താഴെ ഈ യൂട്യൂബിൽ കമന്റ് എഴുതുന്ന അവിടെ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്ക് കൃപയുടെ സുവിശേഷം. അപ്പൊ നിങ്ങൾക്കോ? നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും. അറിവില്ലായ്മ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് അത് മറ്റുള്ളവരെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ഇടയാകരുത്. സുവിശേഷം ഒന്നേ ഉള്ളൂ, അതാണ് ദൈവത്തിന്റെ സുവിശേഷം. അത് പല പേരുകളിൽ അറിയപ്പെടും. കാരണം ഓരോ പേരിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. ഓരോ പേരുകളിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ഈ സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അപ്പൊ നമ്മൾ ചിന്തിക്കാം സ്വർഗരാജ്യം വെറും കടുകുമണിയാണ്. അത് പ്രസംഗിച്ചു വന്നപ്പോഴാണ് യേശു അടുത്ത പറയുന്നത് സ്വർഗരാജ്യം നിധിയോട് സദൃശ്യം. അപ്പൊ നിധിയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ കടുകുമണിയാണെന്ന്. കടുകുമണി എന്ന് പറഞ്ഞത് അതിന്റെ ഒരർത്ഥം തെളിയിച്ചു തരാൻ വേണ്ടിയാണ്. നിധി എന്ന് പറഞ്ഞത് അതിന്റെ വേറൊരു ഭാഗം, വേറൊരു അർത്ഥം തെളിയിച്ചു തരാൻ വേണ്ടിയാണ്. സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അത് അതിന്റെ മറ്റൊരു ഭാഗം തെളിയിച്ചു തരാൻ വേണ്ടിയാണ്. സുവിശേഷം ഒന്നേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങളുടെ മനസ്സിങ്ങനെ പരതി നടക്കുന്നുണ്ടോ? ഇതേതാണോ ആ സുവിശേഷം? ഏതാണ്? കർത്താവ് ഒരു കഥ പറഞ്ഞു. ഒരു മനുഷ്യന്
2 മക്കളുണ്ടായിരുന്നു. ഈ സുവിശേഷം എന്നാന്ന് അറിയാൻ വേണ്ടി കർത്താവ് ഇത് പറഞ്ഞിരുന്നത്. അതിൽ ഇളയവൻ അപ്പനോട്, അപ്പൊ എന്റെ വസ്തുവക ഇങ്ങനെ തന്നേനെ എന്ന് പറഞ്ഞുകൊണ്ട് വസ്തുവക മേടിച്ച് അപ്പനിൽ നിന്ന് വളരെ ദൂരെ പോയി. ആരിൽ നിന്ന് വളരെ ദൂരെ പോയി? അപ്പനിൽ നിന്ന് വളരെ ദൂരെ പോയി. മേടിച്ച ഫണ്ട് മുഴുവൻ തീർന്നു. ചീത്ത സ്വഭാവം ഒക്കെ ആയി. അവസാനം വയറ് വശം. ആ വയറ് വശത്തപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണത്തിന് ആഗ്രഹിക്കും. ആരെങ്കിലും ഭക്ഷണം തരുമോ? അവര് പറയും പണം തരാൻ പറയും. പണം ആകാശത്ത് കിട്ടുമോ? ഇല്ല. അവൻ പറയും, അപ്പോഴാണ് പറഞ്ഞത് എനിക്കൊരു പണി വേണമെന്ന്. അല്ലാണ്ട് പണി ആഗ്രഹിച്ചിട്ടല്ല, പണത്തിന് വേണ്ടിയാണ് പണി. അങ്ങനെ പലയിടത്ത് ആപ്ലിക്കേഷൻ അയച്ചു, എങ്ങും കിട്ടിയില്ല. പക്ഷെ കൃപയാൽ ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചു. ഞാൻ ഈ നാടകരൂപത്തിൽ പറഞ്ഞത് ഇത് പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാനോട് വേണ്ടിയാണേ. അത് വേറെ ഒന്നുമല്ല, ഒരു പന്നി മുതലാളിയാണ് വിളിച്ചത്. അതായത് പുള്ളി പന്നിഭാഗം നടത്തുക. അങ്ങനെ അവിടെ ചെന്നു നമ്മുടെ ഭാഷ പറഞ്ഞ കൃപയാൽ ഒരു ജോലി കിട്ടി. പക്ഷെ ഒരു പ്രശ്നം എത്ര മാത്രമേ ഉള്ളൂ, ജോലി എടുത്തിട്ട് ശമ്പളമൊന്നുമില്ല. ആകെ വീണ്ടും വിശക്കുക. അവസാനം ഇദ്ദേഹം ഒരു പ്ലാൻ ചെയ്തു. ശമ്പളം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, പന്നിക്ക് ഫുഡ് കൊടുക്കാൻ കൊണ്ടുവരുമല്ലോ, ആ ഫുഡ് കുറച്ചെടുത്ത് കഴിക്കാൻ. വിശപ്പ് വാങ്ങുമല്ലോ. അങ്ങനെ പന്നിയുടെ ഫുഡ് എടുത്ത് കഴിക്കാൻ പോയോ അവിടുത്തെ സൂപ്പർവൈസർ ഉണ്ടായിട്ട് കൈകയറി പിടിച്ചു. കളത്തരം കാണിക്കണോ? അങ്ങനെ അതും പറ്റിയില്ല. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായി. ചിലർ പറയുന്നത് എന്റെ കാര്യത്തെ കുറിച്ചാണല്ലോ ഈ പറയുന്നത്, എന്റെ ജീവിതം ഇതുപോലെ മൊത്തം പ്രശ്നം, കോമ്പറ്റീഷനും പ്രശ്നവും ബിസിനസ്സിലെ അടിപിടിയും ഒക്കെയാണ്. അങ്ങനെ ഈ പന്നിക്കൂട്ടില്, ലോകമാണ് ഈ പന്നിക്കൂട്ട്. അങ്ങനെ ഈ പന്നിക്കൂട്ടില് ഈ അടിപിടിയുടെ ഇടയിലൊക്കെ നിന്ന് വയറ് വചന്നിരുന്നപ്പോ പുള്ളിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. വേറെ ആരെയല്ല, തന്റെ അപ്പയെ കുറിച്ച്. ഇവിടുത്തെ കിട്ടിയ തന്റെ അപ്പനെ കുറിച്ച് ഓർമ്മ വന്നു. പെട്ടെന്ന് പുള്ളി ഇങ്ങനെ ചിന്തിച്ചു, എന്റെ അപ്പന്റെ ഭവനത്തില ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ അവന് സുബോധം വന്നു എഴുതിയേക്കണം. സുബോധം. അപ്പൊ ഇത്ര നാൾ എന്തില്ലായിരുന്നു? ആ സുബോധമില്ല. ലോകത്തിൽ പലതും അന്വേഷിച്ച് നടക്കുകയാണ്. അവിടെ കിട്ടും, ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും അന്വേഷിച്ച് നടക്കുക. സുബോധമില്ലായിരുന്നു. പെട്ടെന്ന് സുബോധം വന്നു. ഞാൻ സുവിശേഷകരോട് പറയട്ടെ ഒരു കാര്യം, നിങ്ങളുടെ ഡ്യൂട്ടി, നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ജനത്തിന് സുബോധം കൊടുക്കല. ഇങ്ങനെ കറങ്ങി നടക്കുന്ന ജനത്തിന് സുബോധം കൊടുക്കണം. എങ്ങനെ സുബോധം കൊടുക്കണോ? എടാ മോനെ മോളെ, നിന്നെ അന്വേഷിച്ച് നടക്കുന്ന, നിനക്ക് വേണ്ടി കൊതിക്കുന്ന പിതാവുണ്ട്. നിനക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു പിതാവുണ്ട്. ആ പിതാവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന ഒരു അറിവ് ഈ ജനത്തിന് കൊടുക്കണം. ആരെ പോലെ? യേശുവിനെ പോലെ. യേശു എന്നാ പറഞ്ഞ ജനത്തോട്, തന്റെ പുറകെ പറഞ്ഞ ജനത്തോട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പന്നിക്കൂടെന്ന് പറഞ്ഞില്ല, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഭാരപ്പെടുന്നേ? നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിന് അറിയാം. കണ്ടോ സുബോധം കൊടുക്കണോ? അപ്പനെ കുറിച്ചുള്ള ബോധമാണ് സുബോധം. മനസ്സിലായോ? ഹല്ലേലൂയ. യേശു ക്രിസ്തു പറയാ, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സുബോധം കൊടുക്കണോ? തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കും. സുബോധം കൊടുക്കണോ? അപ്പൊ ഈ സുബോധം കൊടുക്കണം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല എങ്കിൽ പറഞ്ഞു തരിക. പനി വരുമ്പോ പാരസെറ്റമോൾ മോള് കൊടുക്കുന്നത് പോലെയാണ് യേശു ക്രിസ്തു സുബോധം കൊടുക്കുക. തന്റെ അപ്പനെ കുറിച്ചുള്ള അറിവ് ജനത്തിന് കൊടുക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ അതില്ലാട്ടോ. അങ്ങനെ കൊടുക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും യേശു ക്രിസ്തു പറയുകയാണ്, എന്തിനാ ഭയപ്പെടുന്നത് ചെറിയ ആട്ടിൻകൂട്ടമേ? എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നേ? നിങ്ങളുടെ പിതാവ് കണ്ടോ, സുബോധം കൊടുക്കണുണ്ടോ? നിങ്ങളുടെ പിതാവ് കിങ്ഡം, രാജ്യം നിങ്ങൾക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നു. എല്ലായിടത്തും യേശു ക്രിസ്തുവിന് പറയാൻ വേറെ ആരുമില്ല. യേശു ക്രിസ്തുവിന് പറയാൻ ഒരേ ആളേ ഉള്ളൂ, പിതാവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഹല്ലേലൂയ. അപ്പൊ എല്ലാ സുവിശേഷകന്മാരും യേശുവിനെ അനുഗമിച്ചിരിക്കുന്നത് നന്നായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ എല്ലാ സുവിശേഷകന്മാരും യേശുവിനെ പറയുമ്പോൾ യേശു പറഞ്ഞ സ്വർഗസ്ഥ പിതാവിനെ പറഞ്ഞു കൊടുക്കാൻ മറക്കരുത്, മടിക്കരുത്. ഹല്ലേലൂയ. അതിലൂടെ നമുക്കറിയാം നമ്മുടെ സ്പിരിറ്റ് കറക്റ്റ് ആണോ എന്ന്. എറർ സ്പിരിറ്റ് ആണോ
അതോ സാക്ഷാൽ പുത്രത്വത്തിന്റെ ആത്മാവാണോ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്? ഇത് നമുക്ക് അതിലൂടെ തിരിച്ചറിയാം. എറർ സ്പിരിറ്റ് ആണെങ്കിൽ പിതാവിനെ കുറിച്ച് പറയുമ്പോഴേ എന്തോ ഒരു വല്ലായ്മ പോലെയാ. പിതാവിനെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചു. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് പലർക്കും പ്രാർത്ഥിക്കാൻ തന്നെ വല്ലായ്മയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുമ്പോ എന്റെയും നിങ്ങളുടെ ബലമാണ്. അപ്പോൾ തന്നെ നമ്മൾ പൂർണ്ണമായി അപ്പന്റെ മുമ്പിൽ ഉരുകാനിടയാണ്. ക്രിസ്തു നമുക്ക് കാണിച്ചു തരികയായി. അപ്പോ അവന് സുബോധം വന്നു. സുബോധം വന്നവൻ എന്നാ പറഞ്ഞു? എന്റെ അപ്പന്റെ ഭവനത്തിൽ. അപ്പൊ സുബോധം വന്ന ഒരുത്തന്റെ ആദ്യം വീണ വാക്ക് അപ്പൻ എന്നായിരിക്കും. എന്റെ അപ്പന്റെ ഭവനത്തിൽ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ ഇവിടെ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഒറ്റ കാര്യം ചെയ്താൽ മതി മോളെ, ലൊക്കേഷൻ മാറിയാൽ മതി. ലൊക്കേഷൻ മാറിയാൽ മതി. ഹൃദയം കൊണ്ട് ലൊക്കേഷൻ അങ്ങ് മാറുക. ഹൃദയം കൊണ്ട് ഇനി ലോകത്തിൽ നിൽക്കാതെ ഹൃദയം കൊണ്ട് ദൈവരാജ്യത്തിൽ നിൽക്കുക, അപ്പന്റെ ഭവനത്തിൽ നിൽക്കുക. അങ്ങനെ അവൻ ആ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേക്കും. എന്നെ കേൾക്കുന്ന പ്രിയമകനെ പ്രിയമകളെ, നീ ഇന്ന് പന്നിക്കൂട്ടിലാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേക്കണേ. ഇനി അവിടെ ഇരിക്കരുത്. നിനക്ക് അവര് നിന്നെ മുതലെടുക്കത്തേ ഉള്ളൂ. അവർക്ക് നിനക്ക് തരാൻ ഒന്നുമില്ല. അവിടെ നിന്ന് എഴുന്നേക്ക്. പക്ഷെ നിന്റെ അപ്പന്റെ ഭവനത്തിൽ നിനക്ക് തരാൻ പലതും ഉണ്ട്. നിനക്ക് തരാൻ സംരക്ഷണമുണ്ട്, അതായത് ചെരുപ്പുണ്ട്. നിനക്ക് തരാൻ വസ്ത്രമുണ്ട്. നിനക്ക് തരാൻ ഭക്ഷണമുണ്ട്. നിനക്ക് തരാൻ മാന്യതയുണ്ട്. അപ്പൻ മോതിരം ഊരി നിന്റെ കയ്യിലിട്ട് തരും. നിനക്ക് വേണ്ടതൊക്കെ അപ്പന്റെ ഭവനത്തിലുണ്ട്. പക്ഷെ നീ ഇവിടെ പന്നിക്കൂട്ടി കിടന്നുകൊണ്ട് ഇവിടെ കിടന്ന് ഇഷ്ട വരച്ചോണ്ടിരിക്കുക. ഇതാണ് പിതാവ് പറഞ്ഞത്, നിന്റെ നെറ്റിയിലെ ഏർപ്പോട് നീ ഇവിടെ ജീവിക്കണം, കഷ്ടപ്പെടണം, മുള്ളും പറക്കാരെ നിനക്ക് മുളയ്ക്കൂടെ. അപ്പന്റെ വീട്ടിലേക്ക് തിരിച്ചെല്ലാം പഠിക്കുക. അങ്ങനെ അവൻ എഴുന്നേറ്റു, അവന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് തിരിച്ച് യാത്രയായി. അങ്ങനെ അവന്റെ അപ്പന്റെ വീട്ടിൽ അവൻ ചെന്നു. അപ്പന്റെ വീട്ടിൽ അവൻ ചെന്നപ്പോ ശ്രദ്ധിക്കുക, അവന്റെ അപ്പൻ ഓടി വന്ന് അവനെ കണ്ടപ്പോ, ദൂരേന്ന് അവനെ കണ്ടു. അവന്റെ അപ്പൻ ഓടി വന്നു. ആ പിതൃഹൃദയം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ പിതൃഹൃദയം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ദൂരെ നിന്ന് അവന്റെ അപ്പൻ അവനെ കണ്ടിട്ട് ഓടി വരികയാണ്. മകൻ ഓടുന്നില്ല, അപ്പൻ ഓടുകയാണ്. എന്തേ ഈ മകനെ കണ്ടപ്പോൾ അപ്പൻ ഓട്ടം വന്നേ? അതങ്ങനെയാ മക്കളെ. നിങ്ങൾക്കറിയാമോ, ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഒരു സ്ത്രീയെ, ആ കുഞ്ഞിനെ കാണുമ്പോഴുണ്ടല്ലോ, കൊച്ചു കുഞ്ഞിനെ, ആ സ്ത്രീയുടെ സ്തനത്തിലേക്ക് പാൽ ഇങ്ങനെ തിളച്ചു വരും. അത് ദൈവം കൊടുത്തിരിക്കുന്ന ആ ദൈവത്തിന്റെ ഒരു നേച്ചറാണ് അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, മുല കുടിക്കുന്ന കുഞ്ഞിനെ തന്റെ അമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കില്ല. ഇതാണ് അപ്പന്റെ ആ ഓട്ടം. ആ അപ്പൻ ഓടിച്ചെല്ലുകയാ. എന്താ നിങ്ങളോട് പറയുന്നേ? ഇപ്പൊ പറഞ്ഞു തരുന്നത് എന്തോ? സുവിശേഷത്തെ കുറിച്ചാണ് പറഞ്ഞു തരുന്നേ. ദൈവത്തിന്റെ ഒറ്റ സുവിശേഷമുള്ളൂ, ഒറ്റ സുവിശേഷം. ആ മകനെ കണ്ടപ്പോൾ അപ്പൻ ഓടുകയാ. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടോ? ഈ പശുവിനെ കറക്കാൻ നേരത്ത് ഈ കാരണവന്മാര് ഈ കറക്കുന്ന ആളോട് അല്ലെങ്കിൽ ആ പിള്ളേരോട് പറയും, എടീ ഡാ ആ ക്ടാവിനെ അതിന്റെ അടുത്തേക്ക് കെട്ടിയേ. എന്തിനാ? ഈ ക്ടാവിനെ കാണുമ്പോ പശു അറിയാതെ കൂടുതൽ പാല് എന്റെ കുഞ്ഞിന് കൊടുക്കാന്ന് പറഞ്ഞ് തുരത്തി കൊടുക്കും. ഉടനെ കറവക്കാരൻ അത് കറന്നു. ഒരു പറ്റിക്കല. ആ സ്നേഹത്തെയാണ് ഈ പറഞ്ഞു തരുന്നത്. ആ പിതാവോട് ഓടിച്ചെല്ലുക. ആ പിതാവിന്റെ സ്നേഹം എന്തിനാ? മകന് കൊടുക്കാൻ, മകനെ സ്വീകരിപ്പാൻ, മകന് സ്നേഹം കൊടുക്കാൻ. ഇനി ആരും ലോകത്ത് സ്നേഹിക്കാനില്ലല്ലോ. നിനക്ക് സ്നേഹം തരാൻ വേണ്ടി കാത്തിരിക്കുന്നു നിന്റെ അപ്പനുണ്ട്.
ആരോടൊക്കെയോ ദൈവം സംസാരിക്കുന്നു. ഹല്ലേലൂയ. ആ അപ്പനൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. പിന്നെ നീ ഒരിക്കലും ലോകത്ത് നിൽക്കത്തില്ല. എന്റെ ഹൃദയം കൊണ്ട് നീ യാത്രയാകും അപ്പന്റെ അടുക്കലേക്ക് ക്രിസ്തുവെ അനുഗമിച്ച്. അങ്ങനെ അവൻ ഇതാ അപ്പനെ കയറി ചെന്ന് കെട്ടിപ്പിടിച്ചു. മോനെ മോളെ മനസ്സിലാക്കൊരു കാര്യം, നീ ആരായാലും ശരി, എന്തായാലും ശരി, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ സ്വീകരിക്കുന്നവനാണ് നിന്റെ അപ്പൻ. നിന്നെ ആ പന്നിക്കൂട്ടി കിടന്ന വ്യക്തി നാർന്നുണ്ടാകാം, ഒരുപക്ഷെ പല രോഗങ്ങളും ഉണ്ടാകാം, ഉടുപ്പ് ചീത്ത ഉടുപ്പാ, ചെരുപ്പില്ല, ഒക്കെയാ. ഇതൊന്നുമല്ല അപ്പൻ നോക്കണേ. അപ്പൻ നിന്റെ മനസ്സിനെയാണ് നോക്കണേ. നിന്റെ മനസ്സിന്റെ അന്തരത്തെയാണ്, മാനസാന്തരത്തെ നോക്കണേ. അപ്പൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഹല്ലേലൂയ. ഇപ്പൊ എന്തിനെ കുറിച്ചാ പറയുന്നേ? ദൈവത്തിന്റെ സുവിശേഷത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന്റെ സുവിശേഷത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, കെട്ടിപ്പിടിച്ച അപ്പനുണ്ടല്ലോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ശുദ്ധീകരണമാണ്. മുഷിഞ്ഞ ഉടുപ്പൊക്കെ മാറ്റുകയാണ്. മുഷിഞ്ഞ ഉടുപ്പ് മാറ്റിയിട്ട് മേൽത്തരമായ ഉടുപ്പ് കൊടുക്കുകയാണ്. കാരണം ഈ ഭവനത്തിൽ തുടർന്ന് താമസിക്കണമെങ്കിൽ ഈ ഉടുപ്പൊന്നും സമ്മതിക്കത്തില്ല. നമ്മുടെ ലോകത്തിലെ ഉടുപ്പൊക്കെ മാറ്റണം. അപ്പൊ നിങ്ങൾ ഇതിക്ക് ഷർട്ട് ചുരിദാർ, ഷർട്ട് ചുരിദാറിന്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ അകത്തുള്ള ആ തിന്മ നിറഞ്ഞ ആ പഴയ മനുഷ്യൻ അവനെ ഉരിഞ്ഞു കളയും. അവന്റെ ആ ഉടുപ്പൊക്കെ മാറ്റിയിട്ട് മേൽത്തരമായ ഉടുപ്പ് കൊടുക്കാൻ വേണ്ടി ദാസന്മാരോട് കൽപ്പിക്കുക. കാരണം ഇനി അവിടെ താമസിക്കാൻ പോണേ, ഇനി സ്വർഗീയ ഭവനത്തിൽ താമസിക്കാൻ പോണേ. അവിടെ നീതിയുടെ അങ്കിയ. അപ്പൻ എന്തെന്നറിയാമോ? തന്റെ മോതിരം ഊരി കയ്യിൽ കൊടുത്തിട്ടു. മോതിരം കയ്യിലിട്ട് കൊടുക്കുക. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നീ എന്റെ ഭാഗമാ മോനെ, നീ എന്റെ ഭാഗമാ, എന്റെ അധികാരം വഹിക്കേണ്ട എന്റെ മകനാണ് നീ. ഇനി നീ വേണം വാഴാൻ. ഹല്ലേലൂയ. ഇതാ യേശു പറഞ്ഞ, ചെറിയ ആട്ടുംകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ അപ്പനുണ്ടല്ലോ, കാത്തിരിക്കുന്ന അപ്പൻ. കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ, മരണം നിങ്ങളുടെ കയ്യിലേക്ക് തരുവാൻ വേണ്ടി പ്രസാദിച്ചിട്ടിരിക്കുക. വീട്ടിലേക്ക് വാ മോനെ, വീട്ടിലേക്ക് വാ. ഹല്ലേലൂയ. തടിപ്പിച്ച കാളക്കുട്ടിയെ അറുക്കാൻ കൽപ്പന കൊടുത്തു. എന്തിനാണെന്നറിയാമോ? അവൻ പറയാണ്, ഇനി നമുക്ക് സന്തോഷിക്കാം. സന്തോഷിക്കാൻ പോവാ. ആ സന്തോഷത്തിന് നടുവിൽ ആരുണ്ട്? ആ സന്തോഷത്തിന് നടുവിൽ പിതാവുണ്ട്. നേരത്തെ മകന്റെ സന്തോഷത്തിന് നടുവിൽ ആരില്ല. പിതാവ് ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവും, പിതാവ് മാത്രമില്ല. കൂട്ടുകാരുണ്ട്, പലരും ഉണ്ട്, പക്ഷെ പിതാവില്ല. പക്ഷെ ഇപ്പോൾ ഈ ഭവനത്തിലേക്ക് തിരിച്ചെത്തിയപ്പോ ആ സന്തോഷത്തിന്റെ നടുവിൽ പിതാവ്. ഹല്ലേലൂയ. ദൈവമാണ് അതിന്റെ സെന്റർ. അങ്ങനെ ദൈവം തലവനായ, ദൈവ ഗൃഹനാഥനായ, ദൈവ കുടുംബത്തിലെ ക്രിസ്തുവിൽ ദൈവത്തിന്റെ മക്കളായുള്ള നമ്മുടെ ജീവിതമാണ്, ദൈവ കുടുംബമാണ് ദൈവരാജ്യ സുവിശേഷം. ആ കുടുംബത്തിന്റെ ഭരണമാണ് തുടർന്ന് പ്രപഞ്ചത്തിലേക്ക് വ്യാപരിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ആദത്തിൽ വീണുപോയ മരണമുള്ള ജഡരൂപികളായ നമ്മളെ സ്വർഗത്തിലെ ദൈവം തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിലൂടെ, കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നമ്മളെ വീണ്ടെടുത്ത് മനുഷ്യവംശത്തിൽ നിന്ന് ദൈവവംശത്തിലേക്ക്, ജഡരൂപത്തിൽ നിന്ന് ആത്മരൂപത്തിലേക്ക്, ആദത്തിന്റെ തലമുറയിൽ നിന്ന് ക്രിസ്തുവിന്റെ തലമുറയിലേക്ക് നമ്മളെ മാറ്റിയിട്ട് ക്രിസ്തുവൻ ജനറേഷനാക്കി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളാക്കി. പലരും സുവിശേഷത്തിൽ പറയാത്ത കാര്യം, റോമാ 8:29. ക്രിസ്തുവിന്റെ സഹോദരങ്ങളാക്കി. പലരും സുവിശേഷത്തിൽ പറയാത്ത ഭാഗം, റോമാ 8:17. ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാക്കി. ക്രിസ്തുവോട് ചേർന്ന് വാഴുവാൻ ആ ദൈവ കുടുംബത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, കാൺമീൻ, എത്ര കൊച്ചു സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതല്ല, എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു.
നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ. അപ്പൊ ഈ ഭൂമിയിൽ ജനിച്ചപ്പോ ഏത് മക്കളായിരുന്നു? ജഡരൂപികൾ, സ്ത്രീയിൽ നിന്ന് ജനിച്ച ജനനം, മനുഷ്യ മക്കൾ, വീണുപോയവർ, അല്ലെ? എന്നാൽ ഇവിടുന്ന് പോകുമ്പോൾ ആരായിട്ടാ പോകുന്നേ? ദൈവത്തിന്റെ വചനം പറഞ്ഞു, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. കാറ്റഗറി മാറിയാണ് ഇവിടുന്ന് പോകുന്നേ. അങ്ങനെ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യ മക്കൾക്ക് ദൈവ മക്കളാകാൻ, അല്ലാണ്ട് പെന്തക്കോസ്തിൽ ചേരാനോ കത്തോലിക്ക ചേരാനോ CSI ചേരാനോ അല്ല, ദൈവ മക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. യോഹന്നാൻ 1:12, വെളിപ്പാട് 21:7 ബൈബിൾ തീരുമ്പോ പറയുന്നു, ആ അധികാരം ഉപയോഗിച്ച് നീ ജയിച്ചാൽ നീ ദൈവത്തിന്റെ മകൻ. അതാണ് നമ്മുടെ അവകാശം. ആ അവകാശത്തിലേക്ക് ഞാനും നിങ്ങളും പ്രിയ സഹോദരങ്ങളെ എത്തിച്ചേരുവാനായിട്ടാണ് ഇടയാകണം. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി. ഇതാണ് ദൈവത്തിന്റെ സുവിശേഷം. ഇതിന്റെ മറ്റൊരു പേരാണ് ദൈവരാജ്യ സുവിശേഷം. അപ്പൊ ദൈവത്തിന്റെ സുവിശേഷം, ആ ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ഉള്ളിൽ പല പല നല്ല വിശേഷങ്ങളുണ്ട്. ഇതാ നമ്മൾ നേരത്തെ വായിച്ച 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 2-ാം വാക്യത്തിലാണ് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷെ ചിലർ കേട്ടിട്ടുണ്ടാകും. ഇനിയും അത് കേട്ടിട്ടില്ല എങ്കിൽ നമുക്ക് വീണ്ടും വായിക്കാം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിച്ച് 2:8. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു. ഇവിടെ പറയുന്നത് വീണ്ടും ആരുടെ സുവിശേഷം? ദൈവത്തിന്റെ സുവിശേഷം. ഇനി എന്റെ 9-ാം വാക്യത്തിൽ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ദൈവത്തിന്റെ സുവിശേഷം. എന്നൊരു വായിച്ചതിന്റെ 9. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങൾ എല്ലാവർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോ ആരുടെ സുവിശേഷം? ദൈവത്തിന്റെ സുവിശേഷം. അപ്പൊ നാളെ മുതൽ ഞങ്ങൾ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു പുതിയ സഭ ഉണ്ടാക്കരുത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ ദൈവത്തിന്റെ സുവിശേഷം തന്നെയാണ് ദൈവരാജ്യ സുവിശേഷം. ദൈവരാജ്യ സുവിശേഷം തന്നെയാണ് സ്വർഗരാജ്യ സുവിശേഷം. ഈ ദൈവരാജ്യ സുവിശേഷം തന്നെയാണ് കൃപയുടെ സുവിശേഷം. ഈ ദൈവരാജ്യ സുവിശേഷത്തിന്റെ ഉള്ളിലെ സുവിശേഷമാണ് രക്ഷയുടെ സുവിശേഷം. ആ കയറി വന്നപ്പോ അകത്തൊരു കാറ് കിടക്കണില്ലേ? ഇതേപോലെ തന്നെ ഇതാ രക്ഷയുടെ സുവിശേഷം. ആ രക്ഷയുടെ സുവിശേഷത്തിന്റെ അകത്തുള്ള സുവിശേഷങ്ങളാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഈ ദൈവത്തിന്റെ സുവിശേഷത്തിന് ഉള്ളിലുള്ള ഇതൊക്കെ നമ്മൾ വെട്ടിമുറിച്ച് വേറെ 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 ആക്കരുത്. അപ്പൊ നമുക്ക് വാക്യങ്ങൾ എടുത്തു വായിക്കാം. അപ്പോ ഇത് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് ഒരു സംഭവം പറയാം. ദൈവത്തിന്റെ കരുണയാണ്. ഇസ്രായേൽ ദേശം വിസിറ്റ് ചെയ്യുവാൻ ദൈവം എനിക്കൊരു അവസരം. ഇസ്രായേൽ ദേശം. അപ്പൊ ഞങ്ങള് ജോർദാൻ വഴിയാണ് പോയത്. ജോർദാനിലെ അമ്മൻ എയർപോർട്ടിൽ ഇറങ്ങി ഞങ്ങൾ അവിടുന്ന് ബസ് മാർഗം ഇസ്രായേൽ ചെക്ക് പോസ്റ്റ്, ജോർദാന്റെ ആദ്യം കഴിഞ്ഞ് പിന്നെ അവിടെ വലിയ ചെക്കിംഗ് ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇസ്രായേലിലേക്ക് ഭയങ്കര ചെക്കിംഗ് ആയി. ഇസ്രായേലിൽ കയറി അവിടെ മറ്റൊരു ബസ് ഞങ്ങൾക്ക് വേണ്ടി കാത്തിടക്കുന്നുണ്ടായിരുന്നു. ആ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ യാത്ര. ഞങ്ങളുടെ ബസ്സില് ഗൈഡ് ഞങ്ങൾക്ക് കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു സ്ഥലത്തിൽ കൂടി എങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അപ്പുറത്തൊരു നദി കണ്ടു. അപ്പോ ഈ പുള്ളിക്കാരൻ പറഞ്ഞു അതാണ് ജോർദാൻ നദി. വലിയ സന്തോഷം. ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. യേശു ക്രിസ്തു സ്നാനപ്പെട്ട സ്ഥലമൊക്കെ ആണല്ലോ. സന്തോഷമായി. വീണ്ടും കുറെ അങ്ങ് പോയി. അങ്ങ് കുറെ പോയി കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ആ കാണുന്നതാണ് ഗലീല കടൽ. ഓ, ബൈബിളിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോ വലിയ സന്തോഷമായി. എന്റെ കയ്യിൽ ക്യാമറയുണ്ട്. ഞാനെല്ലാം ക്യാമറയിൽ ഒപ്പി ബസ്സിലിരുന്നുകൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. ഗലീല കടൽ.
അപ്പൊ കടലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം അതിനേക്കാളും ഇച്ചിരി വലുതാണ് നമ്മുടെ കൊച്ചിയിലെ കായല്. കായലിന്റെ അപ്പുറം കടലും ഉണ്ട്. അപ്പൊ കടലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എങ്കിലും ഗലീല കടൽ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോ ഞങ്ങളൊരു സ്ഥലത്ത് ചെന്നു. ആ സ്ഥലത്തിന്റെ പേര് തിബിരിയാസ്. അപ്പൊ ഞങ്ങള് നോക്കുമ്പോ അവിടെ ഉണ്ട് ഇത് ഒരു കായല്. അപ്പോ നിറച്ച് മീനുകൾ ഇങ്ങനെ, ശുദ്ധവെള്ളമാണ്, മീനുകൾ ഇങ്ങനെ അതിലിങ്ങനെ പൊങ്ങി മറിയുന്നു. നിറച്ച് മീനാണ്. ഉപ്പുവെള്ളമല്ല, മലയിൽ നിന്ന് മഞ്ഞുരുകി വന്ന് വെള്ളം നിറയുന്ന ഭാഗമാണ്. അവിടെ നിന്നാണ് ഈ ജോർദാൻ നദി ആരംഭിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അതിന്റെ തീരത്ത് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുക. അപ്പൊ വലിയ മീൻ ഇങ്ങനെ പൊരിച്ചുകൊണ്ട് വരും ഓരോരുത്തർക്ക്. അവിടെ നിന്ന് തന്നെ പിടിച്ച് അവിടെ നിന്ന് തന്നെ പൊരിച്ചു കൊടുക്കുക. അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു, ഇതാണ് തിബിരിയാസ് കടലെന്ന്. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു, കുറച്ചു നേരം മുമ്പല്ലേ നിങ്ങൾ പറഞ്ഞു ഇത് ഗലീല കടലാണ്. അപ്പൊ അവര് പറഞ്ഞു, ആ ഗലീല കടലാണ്. ഗലീല എന്ന് പറയുന്നത് പ്രൊവിൻസിന്റെ പേരാണ്. ഇസ്രായേൽ ദേശം അന്ന് 3 പ്രൊവിൻസ് ആയിരുന്നു: യഹൂദ, ശമരിയ, ഗലീല. അപ്പൊ ഈ സംഭവം, ഈ തടാകം, അത് ശരിക്കും പറഞ്ഞൊരു തടാകമാണ്, വലിയൊരു തടാകം. അത് ഗലീല പ്രൊവിൻസിലായതുകൊണ്ട് അതിനെയാണ് ഗലീല കടൽ അല്ലെങ്കിൽ ഗലീല തടാകം എന്ന് പറയുന്നത്. അത് പ്രൊവിൻസിന്റെ പേരാണ്. ഇപ്പൊ നിങ്ങൾക്കത് മനസ്സിലായില്ല എങ്കിൽ കേരളത്തിൽ വരാൻ നോക്കിയേ. കേരളത്തിലെ പ്രധാന നഗരങ്ങളുടെ ചൂട് എന്ന് പറഞ്ഞ ന്യൂസ് വായനക്കാർ പറയുകയാണ്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്ന് പറയുന്നത് പോലെ അത് 3 സ്റ്റേഷനായിട്ട് മാറുക. നേരത്തെ കോഴിക്കോട് വാഴുന്ന സാമൂതിരി, കൊച്ചി വാഴുന്ന കൊച്ചി മഹാരാജാവ്, മറ്റത് തിരുവിതാംകൂർ മഹാരാജാവ്. മൂന്നായിട്ടാണ് കേരളത്തെ തിരിച്ചിരുന്നത്. ഇതേപോലെ തന്നെ അവിടെ തിരിച്ചിരിക്കുന്ന ആ 3 ഭാഗങ്ങളാണ് യഹൂദ, ശമരി, അപ്പോൾ തന്നെ ഗലീലി. അപ്പോ ഈ ഗലീലി പ്രൊവിൻസിലുള്ള തടാകം ആയതുകൊണ്ട് അതിന്റെ പേരിട്ടിരിക്കുന്നത് ഗലീല തടാകമാണ്. പക്ഷെ ഇപ്പോൾ അതേ തടാകത്തിന് പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞു തന്ന പേര് തടാകം. അപ്പോ ഇത് അന്വേഷിച്ചു വന്നപ്പോ പറഞ്ഞൊരു കാര്യം, ഈ തിബിരിയാസിന്റെ കരയിൽ ഇരുന്നാണ് നിങ്ങളിപ്പോ ഭക്ഷണം കഴിക്കുന്നത്. ഈ തിബിരിയാസ് എന്ന് പറയുന്നത് ഗലീല പ്രൊവിൻസിന്റെ ഉള്ളിലെ ഒരു ഭാഗമാണ്, ഒരു സ്ഥലമാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഗലീല കടലിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, തിബിരിയാസ് കടൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടിൽ യാത്രയായി. അവിടെ തിബിരിയാസിൽ നിന്ന് ബോട്ടിൽ യാത്രയായി. അവിടുന്ന് അവരുടെ ബിസിനസ് ആണ് ഇവരെയൊക്കെ ഈ ടൂറിസ്റ്റുകളെ കൊണ്ടുപോവുക. അങ്ങനെ പാട്ടൊക്കെ പാടി യാത്രയായിട്ട് വേറൊരു സ്ഥലത്ത് പോയി, ദൂരെ ഒരു സ്ഥലത്ത് പോയി ഞങ്ങൾ ഇറങ്ങി. സ്ഥലത്തിന്റെ പേര് ഗനസരത്ത് എന്നായിരുന്നു. ഗനസരത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് അവിടെ പറഞ്ഞത് ഈ തടാകത്തിന്റെ പേര് ഗനസരത്ത് തടാകം. അപ്പൊ വീണ്ടും കൺഫ്യൂഷനായി. അപ്പൊ ഇത് ഗലീല തടാകമാണോ, തിബിരിയാസ് തടാകമാണോ, ഗനസരത്ത് തടാകമാണോ? ഇപ്പോഴാണ് അവര് പറയുന്നത് പ്രൊവിൻസ് വെച്ച് പറയുമ്പോൾ ഗലീല തടാകമാണ്, സ്ഥലം വെച്ച് പറയുമ്പോൾ തിബിരിയാസുകാർ പറയും തിബിരിയാസ് തടാകമാണ്, സ്ഥലം വെച്ച് പറയുമ്പോൾ ഗനസരത്തുകാർ പറയും ഗനസരത്ത് തടാകമാണ്. സംഭവം എല്ലാം ഒന്ന് തന്നെ, സംഭവം എല്ലാം ഒരു കടല് തന്നെ, ഒരു തടാകം തന്നെയാണ്. ഇതേപോലെയാണ് സുവിശേഷത്തിന്റെ കാര്യം. സുവിശേഷം ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ സുവിശേഷം. ആ സുവിശേഷത്തിന് പല പല പേരുകളുണ്ട്. കാരണം അതിന്റെ നേച്ചർ അനുസരിച്ചാണ് അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. കൃപയുടെ സുവിശേഷം അതൊരു നേച്ചറാണ്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അത് വേറൊരു നേച്ചർ കാണിക്കാൻ വേണ്ടിയാണ്.
ദൈവരാജ്യത്തിന്റെ സുവിശേഷം അത് വേറൊരു നേച്ചർ കാണിക്കാൻ വേണ്ടിയാണ്. സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം അത് വേറൊരു നേച്ചർ കാണിക്കാൻ വേണ്ടിയാണ്. നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇതാ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം വായിച്ചു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം. ആ തടാകത്തിന്റെ പേര് നമുക്ക് നോക്കാം. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവന്റെ സഹോദരനായ അന്ത്രയാസ് എന്നിങ്ങനെ മീൻ പിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എവിടെ നടക്കുമ്പോ? ഗലീല കടൽപ്പുറത്ത്. ഗലീല കടൽപ്പുറത്താണ് നടക്കണേ ഇപ്പൊ. ഇനി കുറച്ചു നേരം കഴിയുമ്പോ ബൈബിളില് ആ ഗലീല കടലിൽ വേറെ വരുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1-ാം വാക്യം. അത് ഈ ഗലീല കടൽ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അനന്തരം യേശു തിബര്യാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. അപ്പോ ഈ ഗലീല കടലിന്റെ വേറെ എന്താ? തിബര്യാസ് എന്ന ഗലീല കടലിന്റെ അപ്പുറത്ത് പോയി. അപ്പോ ഗലീല കടലിലെ മറ്റൊരു പേരാണ് തിബര്യാസ് കടൽ അല്ലെങ്കിൽ തിബര്യാസ് തടാകം. ഇനി ഇതാ വായിച്ചേ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1-ാം വാക്യം. അതിന്റെ ശേഷം യേശു പിന്നെയും തിബര്യാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പോ ഗലീല കടലും തിബര്യാസ് കടലും രണ്ടും ഒരു കടല് തന്നെയാണ്. അപ്പോ ഈ ഒരു സ്ഥലം നമ്മള് തിരിച്ചറിയണം. ഇനി അതിന്റെ മറ്റൊരു പേരാണ് ഗനസരത്ത് തടാകം. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അവൻ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ. അപ്പോ ഗനസരത്ത് തടാകം, അപ്പോ ഗലീല തടാകം, തിബര്യാസ് തടാകം, ഗനസരത്ത് തടാകം. ഇനി പഴയ ഉടമ്പടി പുസ്തകത്തിൽ ഈ തടാകത്തിന്റെ പേര് വേറൊന്നാണ്, കിന്നരത്ത് തടാകം. കിന്നരത്ത് തടാകം നിങ്ങൾക്കറിയാമോ? സുവിശേഷത്തിന് പഴയ ഉടമ്പടിയിൽ പേര് വേറെയാണ്. പുതിയ ഉടമ്പടിയിൽ സുവിശേഷം എന്ന് പറയുമ്പോ പഴയ ഉടമ്പടിയിൽ ഈ സുവിശേഷത്തിന്റെ വേറൊരു പേര് അറിയാവുന്നവർ താഴെ കമന്റ് കൊടുത്തോളൂ. കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കരുത്, ഇപ്പൊ കൊടുക്കണം. പറഞ്ഞു കഴിഞ്ഞിട്ട് കൊടുക്കരുത്. സമയം കഴിഞ്ഞു, കൊടുക്കേണ്ടവർക്ക് കൊടുക്ക. സദ്വാർത്ത, ഇതാണ് ഏഷ്യ 40 നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നത്. സദ്വാർത്ത, സദ്വാർത്ത ദൂതിയായ സിയോനെ. 40:9 വായിച്ചു. ഏഷ്യ 40:9. സുവാർത്താദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്താദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. അപ്പൊ നമ്മള് എന്താണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ഈ സുവിശേഷത്തിന്റെ പേര് മാറിയത് വെച്ച് സഭ ഉണ്ടാക്കരുത്. സുവിശേഷത്തിന് തേജസ്സുണ്ട്, തേജസ്സുള്ള സുവിശേഷമാണ്. അപ്പൊ അത് വെച്ച് വേറൊരു സഭ ഉണ്ടാക്കരുത്. എല്ലാം ഒന്ന് തന്നെയാണ്. എപ്പോഴും മനസ്സിലാക്കുക, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം, സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം, നിത്യസുവിശേഷം, ദൈവത്തിന്റെ സുവിശേഷം, സുവിശേഷത്തിന്റെ ഗ്ലോറിയസ് തേജസ്സുള്ള സുവിശേഷം. ഇങ്ങനെ സുവിശേഷത്തിന് പല പല പേരുണ്ട്. അതെല്ലാം ഓരോ അർത്ഥങ്ങളാക്കുന്നതാ. ഇവിടെ പറയാണ് സുവാർത്താദൂതിയേ. അപ്പൊ സുവിശേഷത്തിന്റെ പഴയ ഉടമ്പടി പുസ്തകത്തിലെ പേരാണ് സുവാർത്ത, ഗുഡ് ന്യൂസ്. അങ്ങനെ ഒരു ചർച്ച ഉണ്ട്, അറിയാമോ? സുവാർത്ത ചർച്ച. ശ്രദ്ധിച്ചേ, ഇനി ഈ ഗലീല തടാകത്തിന്റെ പഴയ ഉടമ്പടിയുടെ പേരാണ് കിന്നരത്ത് തടാകം.
സംഖ്യാപുസ്തകം 34:11 വായിച്ച്. സംഖ്യാപുസ്തകം 34:11. ഷെഫാം തുടങ്ങി വായിച്ചോ. 34:11. ഷെഫാം തുടങ്ങി ആ അതിർ അയീന്റെ കിഴക്ക് ഭാഗത്ത് റിബ്ല വരെ ഇറങ്ങി ചെന്നിട്ട് കിന്നേരത്ത് കടലിന്റെ കിഴക്കേ കര തൊട്ടിരിക്കണം. അപ്പോ ഇതിന്റെ പഴയ പേരാണ് കിന്നേരത്ത് കടല്. അപ്പോ ഒരു കടലിന് എത്ര പേര് വന്നു? 4 പേര് വന്നു. ഇതേപോലെ ഒരു സുവിശേഷത്തിന് പല പേരുകളുണ്ട്. നമ്മൾ ഈ കാര്യം അറിഞ്ഞില്ല എങ്കിൽ സാത്താൻ നമ്മുടെ അറിവില്ലായ്മ വെച്ച് നമ്മളെ മുതലെടുക്കും. അവൻ വരുന്ന അറക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കാനും. ആ ആദ്യം ഡിവൈഡ് ചെയ്യും. അതൊരു പ്രത്യേകതയാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കാന്ന് കേട്ടിട്ടുണ്ടോ? ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊരിക്കലും വളരരുത്. ഇരുമനസ്സുള്ളവൻ തന്റെ സകല വഴികൾ അസ്ഥിരനായതുപോലെ ഭിന്നിപ്പിച്ച് വളർന്നാൽ ഭരിച്ചാൽ ഇവർ ഒരിക്കലും വളരൂല. ഇന്ന് ക്രിസ്തീയ സഭകളിൽ പിശാചിട്ടിരിക്കുന്ന ടെക്നോളജിയാണ് അവന്റെ ടെക്നോളജി. ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഒരാൾക്ക് ഒന്നിനെ കണ്ടുകൂടാ. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ കാണാമോ? ഒരാൾ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു സഹോദരൻ ഒരു ദൈവവചനം പോസ്റ്റ് ചെയ്ത ഉടനെ അടുത്ത പാസ്റ്റർ വിട്ടു അതിന് ഒറ്റ അല്ലെങ്കിൽ അതിനെതിരെ തെറി പറയും. ഇത് വേറെ ഒന്നുമല്ല, പിശാചിന്റെ തന്ത്രമായത്. ഭിന്നിപ്പിച്ചു ഭരിക്കുക. അവൻ വരുന്ന അറക്കാൻ, മുടിക്കാൻ, നശിപ്പിക്കാൻ. ഒരിക്കലും വളർത്തത്തില്ല. മറ്റുള്ളവരെ അങ്ങനെയല്ല, എൻകറേജ് ചെയ്യും. എന്നെ എൻകറേജ് ചെയ്യും. എന്നെ എതിർക്കുന്ന പലരും ഉണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ ധാരാളം പാസ്റ്റർമാരെ, പല ഭാഗങ്ങളിൽ സഹോദരന്മാരെ ഞാൻ കാണുന്നുണ്ട്. എന്നറിയാമോ? എൻകറേജ് ചെയ്യുന്നവരെ. അവർ രഹസ്യമായിട്ട് എന്നെ വിളിക്കും, ബ്രദറെ അങ്ങ് പറയുന്നത് ശരി കേട്ടോ, ധൈര്യമായിട്ട് പോക്കോ, ഞങ്ങൾ കൂടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പബ്ലിക്കായിട്ട് വരില്ല. കാരണം പബ്ലിക്കായിട്ട് വന്നാൽ ഇവര് ഞങ്ങളുടെ കാര്യം ഉപരോധം ഏർപ്പെടും. ഞാൻ കിട്ടുന്ന സപ്പോർട്ട് ഇല്ലാണ്ടാവും, വിഷയങ്ങളുണ്ടാവും. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ളത് പിശാചിന്റെ ഭാഗം. നമ്മുടെ അറിവില്ലായ്മയിലാണ് പിശാച് ഭിന്നിപ്പിക്കുന്നത്, അറിവില്ലായ്മയിൽ. അതുകൊണ്ട് കർത്താവ് യേശു പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അപ്പോ ഇനി ഈ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ള പല പല സുവിശേഷങ്ങളെ കാണാം. ഇതൊന്നും വേറെ അല്ല. ഇതെല്ലാം അതിന്റെ ഓരോ വേട് കൊടുക്കുമ്പോഴും ദൈവവചനം അതിന് അർത്ഥം കൊടുത്തു, അതിൻ്റെതായ പ്രത്യേക അതിന്റെ ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതാ ദൈവത്തെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരന് ഇങ്ങനെ പറഞ്ഞേക്കാം, പുതിയ ഉടമ്പടി പുസ്തകത്തിന്റെ ഭാഗത്ത്, അതായത് ഈ ദൈവരാജ്യ സുവിശേഷം എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ. അത് ജാതികൾക്കില്ല. കാരണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടൂ എന്ന് ഇതാ നമ്മളോട് പറഞ്ഞിട്ടില്ല. പകരം അവിടെ ദൈവരാജ്യം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മാനസാന്തരപ്പെടാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് ആ സുവിശേഷം നമുക്കുള്ളതല്ല. നമ്മൾ ചതിക്കപ്പെട്ടത്. ഈ ദൈവരാജ്യം തന്നെയാണ് ദൈവരാജ്യ സുവിശേഷം. ദൈവരാജ്യ സുവിശേഷം പറയുമ്പോൾ നാം ചെയ്യേണ്ട പദ്ധതിയാണ് മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. മാനസാന്തരം എന്ന് പറയുന്നത് അത് ദൈവത്തോടു കൂടെ താമസിക്കാൻ ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരമാണ്. അത് വ്യക്തത്തോടെ മനസ്സിലാക്കുക. ഇതാ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം. യേശു ക്രിസ്തു ആദ്യമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങാൻ പോവുക. അപ്പൊ യേശു ക്രിസ്തു, സുവിശേഷകന്മാരുടെ ലീഡറായ ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷത്തിന്റെ പേരെന്താ ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 4-ാം വാക്യം വായിച്ചു. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അപ്പോ തുടങ്ങി അന്നു മുതൽ. അപ്പൊ യേശുവിന്റെ ആദ്യ പ്രസംഗത്തിന്റെ ടൈറ്റിൽ എന്താ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ? മാനസാന്തരപ്പെടുക. അപ്പൊ യേശു ക്രിസ്തു ഇനി അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല. സ്വർഗരാജ്യം സമീപിച്ചു, മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം സമീപിച്ചു, മാനസാന്തരപ്പെടുക. 1 മണിക്കൂർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ടൈറ്റിലാണത്. അതിന്റെ താഴേക്ക് തന്റെ പ്രസംഗമാണ്. അപ്പോ പ്രസംഗിച്ചു തുടങ്ങി. അപ്പൊ ഈ സന്ദേശം മാർക്കോസ് സുവിശേഷത്തിൽ എഴുതിയപ്പോ
ഇനി സുവിശേഷത്തിൽ പല ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതുന്നുണ്ട്. ഇവിടെ സ്വർഗരാജ്യ സുവിശേഷം എന്ന് പറഞ്ഞതിന് പകരം മാർക്കോസ് സുവിശേഷത്തിലേക്ക് അതിന്റെ പല ഭാഗങ്ങളിലും അത് ദൈവരാജ്യ സുവിശേഷം എന്ന് എഴുതി വെച്ചേക്കണം. മാർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം വായിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് വെച്ചിട്ട് പലരെയും മുതലെടുക്കുന്നുണ്ട് ഈ അറിവില്ലായ്മ വെച്ചിട്ട്. അപ്പൊ ഇവിടെ യേശു പറഞ്ഞത് എന്താ? ഇവിടുത്തെ യേശുവിന്റെ ആദ്യത്തെ പ്രസംഗം ദൈവരാജ്യം സമീപിച്ചു എന്നാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ ആദ്യത്തെ പ്രസംഗം സമീപിച്ചു. അപ്പൊ വിരുദ്ധന്മാരെ പിശാച് ഈ നമ്മുടെ അറിവില്ലായ്മയിലൂടെ അവന്റെ വിരുദ്ധത്വം വെളിയിലിറക്കി. ഇത് രണ്ടും പേരാ. അതിശയിക്കും, ബൈബിൾ കോളേജിൽ എന്നെ പഠിപ്പിച്ചതാ ഇത്. യഥാർത്ഥത്തിൽ ബൈബിൾ കോളേജിന്റെ സിലബസിൽ ദൈവരാജ്യമുള്ള സാധനമില്ല. ഞങ്ങൾ ആകെപ്പോലെ പഠിച്ചത് ദൈവരാജ്യം വിശേഷം വേറെ, സ്വർഗരാജ്യം വിശേഷം വേറെ. സ്വർഗരാജ്യവും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങളെ പഠിപ്പിക്കാം. ഇത് പഠിപ്പിച്ചിരുന്ന സമയത്ത് തന്നെ എന്റെ ഹൃദയം മൊത്തം കൺഫ്യൂസായി. ഞാൻ ആ പദ്ധതി ഉപേക്ഷിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇത് ഓരോ പേരിൽ അറിയപ്പെടുന്നതിന്റെ കാരണം ഓരോ അർത്ഥം വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ഈ ദൈവരാജ്യവും സ്വർഗരാജ്യവും ഒന്ന് തന്നെയാണ്. ക്രിസ്തു അതൊന്നായിട്ടാ പഠിപ്പിക്കുന്നത്. ഇത് ഏത് അർത്ഥം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണെന്ന് അറിയാമോ? ഇത് സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ സ്ഥലവുമായി ബന്ധപ്പെട്ട കിങ്ഡത്തെ പറയും. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ വ്യക്തിയുമായി ബന്ധപ്പെട്ട കിങ്ഡത്തെ പറയും. ഇതൊന്നും മനസ്സിലാക്കിയ കാര്യം ക്ലിയറായി. മറ്റൊരു വ്യക്തി എന്നോട് പറഞ്ഞത്, യേശു ക്രിസ്തു 1000 വർഷം വാഴാൻ വരുമ്പോ അതിന്റെ പേരാണ് സ്വർഗരാജ്യം. അത് കഴിഞ്ഞ് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ അതിന്റെ പേരാണ് ദൈവരാജ്യം. അത് കുറച്ചുകൂടി നമുക്ക് സെൻസിബിൾ ആയിട്ട് തോന്നും. എന്നാൽ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാവുന്നത് ഈ ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ 3 സെക്ഷനുണ്ട്. ഒന്ന് പിതാവിന്റെ രാജ്യം, അതിന്റെ താഴെ പുത്രന്റെ രാജ്യം, അതിന്റെ താഴെ ദൈവപുത്രന്മാരുടെ രാജ്യം. ഇതെല്ലാം ദൈവരാജ്യം. ഇതെല്ലാം ദൈവത്തിന്റെ രാജ്യം തന്നെ. ഇത് നമ്മളിത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഞാൻ കൊച്ചിയിലാണ്, ഇവിടെ എറണാകുളത്തിന്റെ കളക്ടറുണ്ട്. അപ്പോൾ തന്നെ അത് എന്തിന്റെ ഉള്ളിലാണ്? കേരളത്തിന്റെ ഉള്ളിലാണ്. അത് വാഴുന്നത് പിണറായിയാണ്. അപ്പൊ കേരളം എന്തിന്റെ ഉള്ളിലാണ്? ഇന്ത്യയുടെ ഉള്ളിലാണ്. അത് വാഴുന്നത് മോദിയാണ്. അപ്പൊ ഈ കേരളവും ഈ എറണാകുളവും ഈ എല്ലാ ഇന്ത്യയുടെ ഉള്ളിലാണ്. അതെല്ലാം ഇന്ത്യയാണ്. ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ദൈവരാജ്യം പിതാവിന്റെ രാജ്യമാണല്ല. ആ പിതാവിന്റെ രാജ്യത്തെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ആ പിതാവാണ് ആ രാജ്യം ആർക്ക് കൊടുക്കുന്നത്? പുത്രന് കൊടുക്കുന്നത്. പുത്രനാണ് ആ രാജ്യം ആർക്ക് തരുന്നത്? നമുക്ക് തരുന്നത്. ആരുടെ കൽപ്പനയാണ്? പിതാവിന്റെ. ഇതാണ് പിതാവാണ് കൽപ്പിച്ചിരുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഏതാണ് യേശു പറഞ്ഞത്? ചെറിയ ആട്ടിൻകുട്ടികളെ ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. തരാൻ ആഗ്രഹം പിതാവിനാണെന്നേ. ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 29-ാം വാക്യം വായിച്ച് അതിന്റെ ഡിവിഷൻസ് കാണിച്ചു തരാം. ദൈവപുത്രന്മാർക്ക് പിതാവിന്റെ രാജ്യം പുത്രന് കൊടുക്കുന്നു, പുത്രൻ അത് നമുക്ക് തരും. ആ ഡിവിഷനാണ്. എല്ലാവരും ഹൈറാർക്കിയാ. ഏറ്റവും ടോപ്പിൽ പിതാവ്, താഴെ പുത്രൻ, അതിന്റെ താഴെ ദൈവപുത്രന്മാരായ നമ്മൾ. വായിക്കുക. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. 3 ലെവലുണ്ടോ? 3 ലെവലാ. എന്റെ പിതാവിന്റെയാണ് രാജ്യം മുഴുവൻ. എന്റെ പിതാവ് അത് എനിക്ക് വിഭജിച്ചു തന്നു. ഞാനത് നിങ്ങൾക്ക് വിഭജിച്ചു തരുന്നു. നിങ്ങളുടെ തല ഞാനാണ്, എന്റെ തല സ്വർഗസ്ഥ പിതാവാണ്.
ഇതൊന്നും ഇന്നത്തെ സഭകൾ അംഗീകരിക്കാൻ പ്രയാസമാണ്. കാരണം ആ ത്രിയേകത കൊണ്ടവിടെ വെച്ചിരിക്കുക, കോ ഈക്വൽ കൊണ്ട് വെച്ചിരിക്കുക. അപ്പൊ എങ്ങനെയാ താഴേക്ക് വരുന്നത്? വരില്ല. ഇതോ ക്രിസ്തുവിന്റെ തല സ്വർഗസ്ഥ പിതാവ്, നമ്മളുടേത് ക്രിസ്തു. നമ്മൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവോ ദൈവത്തിനുള്ളവർ. ഫസ്റ്റ് കൊറിന്ത്യർ 3:23 വായിച്ച സിസ്റ്ററെ, ഫസ്റ്റ് കൊറിന്ത്യർ 3:23. ആ ഓർഡർ കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം, അല്ല എങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. പഴയത് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ബൈബിളിലെ വചനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഫസ്റ്റ് കൊറിന്ത്യർ 3:23. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ആ ഓർഡർ കണ്ടോ? ആ 3 ഡിവിഷൻ കണ്ടോ? നമ്മൾ ആരാ? ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവോ ദൈവത്തിനുള്ളവർ. അപ്പോ സ്വർഗസ്ഥ പിതാവ് കിങ്ഡം, രാഷ്ട്രങ്ങളെ ക്രിസ്തുവിന് കൊടുത്തു, ക്രിസ്തു അത് നമുക്ക് ഉപയോഗിച്ചു തന്നു. അപ്പോ ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഈ ഓർഡർ ഞാൻ വചനം കൂടെ ഒന്നും പറയുന്നില്ല, എല്ലാം വചനത്തിലൂടെ പറയുന്നത്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നു, അങ്ങനെ ആകാം, അങ്ങനെ ആയിക്കൂടെ, ഇതൊന്നും അല്ല നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ്. സാക്ഷാൽ വചനം പറയാ. വീണ്ടും വായിച്ചേ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം. സഭയോട് യേശുക്രിസ്തു പറയുകയാണ്. അതിന്റെ 26-ാം വാക്യം വായിച്ചേ. 2:26. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. തീർച്ചയായും 3 ഡിവിഷൻ കണ്ടോ? അതായത് ദൈവരാജ്യത്തിനൊരു 3 ഡിവിഷൻ ഉണ്ട്. അതെല്ലാം ദൈവരാജ്യം തന്നെയാണ്. ഹല്ലേലൂയ. എന്റെ പിതാവ് എനിക്ക് രാഷ്ട്രങ്ങളുടെ, ജാതികളല്ല, രാഷ്ട്രങ്ങൾ, നേഷൻസ്, രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം തന്നു. ആ അധികാരം തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും അധികാരം തരികയാണ്. ഹല്ലേലൂയ. അത്യുന്നതനായ പിതാവ് സർവ്വത്തിന്റെയും മുകളിൽ വാഴുന്നു. ആ അത്യുന്നതനായ പിതാവിന് മുഖാന്തരമായി ക്രിസ്തു വാഴുന്നു. ക്രിസ്തുവിന് മുഖാന്തരങ്ങളായി നമ്മൾ വാഴുന്നു. ആരെ? ജയിക്കുന്നവർ. അപ്പോ ഇത് വ്യക്തതയോടെ നാം തിരിച്ചറിയുക. അപ്പോ ഇതിന്റെ ഉള്ളില് പ്രിയ സഹോദരങ്ങളെ സെക്ഷൻസ്. അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, സ്ഥലവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയും. കിങ്ഡം ഓഫ് ഹെവൻ. കാരണം ദൈവം വസിക്കുന്നത് എവിടെയാണ്? സ്വർഗത്തിലാണ്. ആ ദൈവത്തിന്റെ, ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇൻഫ്ലുവൻസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം കിങ്ഡം ഓഫ് ഹെവനായി മാറും. കിങ്ഡം ഓഫ് ഹെവൻ സ്ഥലവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ. എന്നാൽ രാജാവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, വ്യക്തിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ കാര്യം. രണ്ടും ഒന്ന് പറയാം. സ്ഥലവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഹെവൻ എന്ന് വെച്ചാൽ ഒരു സ്ഥലമാണ്. ഭൂമി ഒരു സ്ഥലമല്ലേ? കൊച്ചി ഒരു സ്ഥലമല്ലേ? കൊച്ചി മഹാരാജാവ്. ഹെവൻ ഒരു സ്ഥലമാണ്. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട കിങ്ഡത്തെ പറയുമ്പോൾ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയും. എന്നാൽ ആ കിങ്ഡത്തിലെ രാജാവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയും. ഈ ദൈവമാണ് സർവ്വത്തിന്റെയും മുകളിലെ രാജാവ്, യേശു ക്രിസ്തുവിന്റെയും മുകളിലുള്ള രാജാവ്, യേശു ക്രിസ്തുവിന്റെയും ദൈവം. അതുകൊണ്ടാണ് ബൈബിളിൽ പലയിടത്തും പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ. അപ്പൊ യേശു ദൈവമാണോ? ദൈവപുത്രൻ ദൈവമാണ്. എന്നാൽ ആ ദൈവത്തിന് പോലും വേറെ ദൈവമുണ്ട്. അതാണ് ബൈബിൾ പല ഭാഗത്തും പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ. അതാണ് പറയുന്നത് ക്രിസ്തുവിന്റെ തല ദൈവം എന്ന്. അപ്പൊ പ്രിയ സഹോദരികളെ, ഞാൻ ബൈബിൾ വചനം അല്ല പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താവുന്നതാണ്. എങ്ങനെ? വചനം മാത്രം പറഞ്ഞു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കുക. ഇനി ഇതും മനസ്സിലായാലും നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്കറിയാലോ, മഹാനായ അലക്സാണ്ടർ. ഈ അലക്സാണ്ടർ ദേശങ്ങൾ, രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച് വരികയാണ്. അപ്പോ അദ്ദേഹം ഗ്രീസിന്റെ രാജാവാണ്. അപ്പോ ആ സ്ഥലത്തെ നമുക്ക് ഇങ്ങനെ പറയാം, കിങ്ഡം ഓഫ് ഗ്രീസ്. കിങ്ഡം ഓഫ് ഗ്രീസ്. എങ്ങനെ? കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്നത് സ്ഥലവുമായി ബന്ധപ്പെടുത്തി പറയുന്നത്. ഇനി അതിന് വേറൊരു പേര് പറയാമോ? വ്യക്തിയുമായി ബന്ധപ്പെടുത്തി ഒരു പേര് പറയാമോ? കിങ്ഡം ഓഫ് അലക്സാണ്ടർ. മനസ്സിലായോ? കിങ്ഡം ഓഫ് അലക്സാണ്ടർ. ഇതുപോലെ തന്നെയാണ് കിങ്ഡം ഓഫ് ഗോഡ്. വ്യക്തിയുമായി ബന്ധപ്പെട്ട കിങ്ഡം ഓഫ് ഗോഡ്, സ്ഥലവുമായി ബന്ധപ്പെട്ട കിങ്ഡം ഓഫ് ഹെവൻ. ഇനി നമ്മുടെ അരുമനാഥനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇത് രണ്ടും കൂടി ഇന്റർചേഞ്ച് ചെയ്ത് പറഞ്ഞേക്കണോ? നമ്മൾ അതിനെ കഷ്ടപ്പെട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെ? യേശു ക്രിസ്തു ഇത് രണ്ടും കൂടെ
മിക്സ് ചെയ്ത് പറയുന്നത് നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം പല ഭാഗത്തും നമുക്കിത് കാണാം കേട്ടോ. ഉപമകളിൽ ഒരു ഭാഗത്ത് പറയും ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം പുളിപ്പിനോട് സദൃശ്യം എന്ന് ഒരു സുവിശേഷത്തിൽ പറയുമ്പോൾ വേറെ സുവിശേഷത്തിൽ പറയും ദൈവരാജ്യം പുളിപ്പിനോട് സദൃശ്യം. അപ്പോ ഒരേ കാര്യം തന്നെ ഇവിടെ പറയുന്നത് കാര്യം. ഇത് മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ ഇതാ ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്ന പ്രയാസം എന്ന് പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തു വീണ്ടും ഉടനെ പറയാണ് ധനവാൻ സ്വർഗരാജ്യത്തിലല്ല ദൈവരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടക സൂചികളിലൂടെ കടക്കുന്നതിനൊക്കെ എളുപ്പമാണ്. അപ്പൊ യേശുക്രിസ്തു ഇത് മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുക. അപ്പൊ നമ്മളായിട്ട് എന്തിനെ വെട്ടിമുറിക്കണേ? നമുക്ക് ആരുടെ വിശ്വാസമാണ് വേണ്ടേ? യേശുക്രിസ്തുവിന്റെ വിശ്വാസമല്ലേ? യേശുക്രിസ്തുവിന്റെ വിശ്വാസമല്ലേ? യേശുക്രിസ്തു പറയുന്നത് ഏകസത്യദൈവമായ അങ്ങേയും നമ്മളോട്ടെ തിരിച്ചു പറയും അല്ല, ത്രിയേകദൈവമാണ്, ഏകസത്യദൈവമല്ല. നമ്മൾ യേശുവിനെ പഠിപ്പിക്കാൻ പോകുന്നത് യേശു എന്ത് വിശ്വസിക്കുന്നുവോ ക്രിസ്തു എന്ത് വിശ്വസിക്കുന്നു അത് തന്നെയായിരിക്കണം ക്രിസ്ത്യാനികളുടെ വിശ്വാസം. വായിച്ചേ മത്തായിയുടെ സുവിശേഷം 19, 23, 24. 19, 23. യേശു തന്റെ ശിഷ്യന്മാരോട് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയോടെ കടക്കുന്നത് എളുപ്പമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യേശു ഇതിനെ ഇന്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കുക. അപ്പൊ നമ്മളായിട്ട് ഇതിനെ വെട്ടിമുറിച്ച് ഒരു 2 അധ്യായം ഉണ്ടാക്കി പഠിപ്പിക്കാനായിട്ട് അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. ഇത് ഒന്നേ ഉള്ളൂ. ഒന്ന് സ്ഥലവുമായി ബന്ധപ്പെട്ട് പറയുന്നു, ഒന്ന് ആ സ്ഥലത്തെ രാജാവുമായി ബന്ധപ്പെട്ട് പറയുന്നു. യേശു തന്റെ ശിഷ്യന്മാരോട് ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് പ്രയാസം തന്നെ. അവൾ പറയുന്നത് സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വീണ്ടും പറയുന്നു ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ. യേശുവെ നിർത്ത് രണ്ടും വേറെയാ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. യേശുവിനെ അറിയാത്. കാരണം യേശു ആണ് അവിടെ ഭരിക്കുന്ന മുഖാന്തരം. അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിന് വേണ്ടി സർവ്വ പ്രപഞ്ചത്തെയും വാഴുന്ന രാജാവാണ് ക്രിസ്തു. യേശുവിനറിയാം എങ്ങനെ പറഞ്ഞോന്ന്. യേശു വളരെ ക്ലിയറായിട്ടാ പറയുന്നത്. ഒന്ന് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് സ്വർഗരാജ്യമെന്നും ഒന്ന് അവിടുത്തെ രാജാവുമായി ബന്ധപ്പെട്ട് ദൈവരാജ്യമെന്നും യേശു ക്രിസ്തു പറയും. ഇത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കുക. അപ്പൊ ഇത് രണ്ടും ഒന്നാണെന്ന് പഠിപ്പിക്കുക. ഇത് നമ്മൾ വേറെ പഠിപ്പിച്ച് ഈ ജനത്തെ കൺഫ്യൂസ് ചെയ്യിക്കേണ്ട ഒരാവശ്യവും ഇല്ല. കലക്കവെള്ളം തെളിയട്ടെ, വ്യക്തമായി കാര്യങ്ങളെ കാണട്ടെ. ഹല്ലേലൂയ. വ്യക്തമായി കാര്യങ്ങളെ കാണുവാനായിട്ട് ഇടയാകട്ടെ. ഓ ഫാദർ വി താങ്ക് യു. ഇനി പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇനി ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി ഇത് വേറെ ആയിരിക്കും. അതായത് യേശുവിന്റെ സുവിശേഷം അതിപ്പോ വേറെ ആയിരിക്കും അല്ലെ? യേശുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് അത് വേറെയല്ല, ഇത് തന്നെയാണ്. കാരണം ഇത് പ്രസംഗിച്ച ആളാരാ? ഈ ദൈവത്തിന്റെ സുവിശേഷം, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം ഇത് ഭൂമിയിലേക്ക് അയച്ച് പ്രസംഗിച്ച ആളാരാ? ക്രിസ്തു അല്ലേ? ആ ക്രിസ്തു ഇത് പ്രസംഗിച്ചപ്പോ ഇതിനു വേണ്ടി യാഗമായി തീർന്നത് ആരാ? ക്രിസ്തു അല്ലേ? ഇതിന്റെ പേര് ക്രിസ്തുവിന്റെ സുവിശേഷം. അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിന് വീണ്ടും വെട്ടിമുറിക്കേണ്ട ആവശ്യമില്ല. വായിച്ചേ മാർക്കോസ് സുവിശേഷം 1:1. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അറിയാൻ പാടില്ലാത്തവരാണ് ഇത് വീണ്ടും വെട്ടിമുറിക്കും. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. യേശു ക്രിസ്തു എന്നെ പ്രസംഗിച്ചു, ആ സുവിശേഷത്തിന്റെ ആരംഭം. എന്നിട്ട് അതിന്റെ 1:14-15 പറയുന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം തന്നെയാണ് ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം, ഇല്ലേ? അപ്പൊ അതിന്റെ 1:15 വായിച്ച സിസ്റ്റർ, 1-ാം വാക്യത്തിൽ പറയുന്നു യേശു ക്രിസ്തുവിന്റെ സുവിശേഷം 1:15 വായിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്താ? യേശു പ്രസംഗിക്കുക ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ഇനി ഇത് വെട്ടിമുറിച്ച് ജനത്തെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവരുന്ന പിശാചിന്റെ പദ്ധതിയാണ്. വെട്ടിമുറിക്കണ്ട. ഇനി ഇത് കയറി പൗലോസ് പ്രസംഗിച്ചപ്പോ പൗലോസ് പറയാ എന്റെ സുവിശേഷം. അന്ന് നമ്മളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്ലെന്ന് ഞാൻ നിനക്ക് സുവിശേഷം പൗലോസ്.
പൗലോസ് പറയാ എന്റെ സുവിശേഷം. കാരണം പൗലോസാണ് പ്രസംഗിച്ച. പൗലോസ് പറയാ എന്റെ സുവിശേഷം അനുസരിച്ച് ദൈവം നിങ്ങളെ ന്യായം വിധിക്കുന്നു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പൗലോസ് ഈ സുവിശേഷം പൗലോസ് പ്രസംഗിച്ചു. ഏത്? ദൈവരാജ്യ സുവിശേഷം പൗലോസ് പ്രസംഗിച്ചു. ദൈവരാജ്യ സുവിശേഷത്തിലേക്ക് നമുക്ക് കടക്കാനുള്ള ഏക വഴിയായ ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പ്രസംഗിച്ചു. എന്നിട്ട് പൗലോസ് പറയാണ് എന്റെ സുവിശേഷം. അപ്പൊ ഇത് നമ്മൾ അറിയുന്നില്ലെങ്കിൽ ഒന്ന് വെട്ടിമുറിക്കാനായിട്ട് ഇടയാകും. ഓ ഫാദർ വി താങ്ക് യു. വായിച്ചട്ടെ റോമലേഖനം 2:16. Lord, I love you. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ഇതാണ് പുതിയ സുവിശേഷം, എന്റെ സുവിശേഷം. അതായത് പൗലോസിന്റെ സുവിശേഷം. ഈ പൗലോസിന്റെ സുവിശേഷം തന്നെയാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷം തന്നെയാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം, സ്വതരാജ്യത്തിന്റെ സുവിശേഷം. മാറ്റമൊന്നുമില്ല. തിരിച്ചറിയാം. 16:25 വായിച്ചേ. റോമ 16:25. പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടെ പറയാണ് വെളിപ്പാട് അനുസരണമായുള്ള എന്റെ സുവിശേഷം. അപ്പൊ പൗലോസ് ഇത് വ്യക്തിപരമായി തന്റേതായി എടുത്തു. എന്നിട്ട് പറയാണ് എന്റെ സുവിശേഷത്തിലും അതാണ് ദൈവരാജ്യ സുവിശേഷം. മനസ്സിലായോ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ആ ദൈവരാജ്യ സുവിശേഷത്തിന്റെ ഉള്ളിലുള്ള സുവിശേഷമാണ് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം. സുവിശേഷത്തിന്റെ ഉള്ളിലെ സുവിശേഷം. കാരണം സുവിശേഷത്തിന് 2 സ്റ്റെപ്പുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഒന്ന് വീണ്ടും ജനനം, മറ്റത് ദൈവരാജ്യം അവകാശമായിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു പ്രോസസ്സും ഉണ്ട്. അതിന്റെ പേരാണ് ശുദ്ധീകരണം, ഒരുക്കം. അപ്പോ സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ പൗലോസ് എന്റെ സുവിശേഷം എന്നുള്ള നിലയിലേക്ക് ഏറ്റെടുത്തു. എല്ലാം ഒന്ന് തന്നെയാണ്. ഇനി നമ്മൾ അറിവില്ലാത്ത നിമിത്തം അത് വെട്ടിമുറിക്കുവാനായിട്ട് ഇടയാകരുത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സുവിശേഷത്തിന് വേറെ പേരുകളുണ്ട്. തേജസ്സിന്റെ സുവിശേഷം. ചക്രവർത്തി 4-ാം അധ്യായം 4-ാം വാക്യം വായിച്ചു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, തേജസ്സുള്ള സുവിശേഷം. അപ്പൊ സുവിശേഷത്തിന്റെ വേറൊരു പേരാണ് തേജസ്സുള്ള സുവിശേഷം. അപ്പൊ നമ്മൾ അത് വെച്ചോണ്ട് വെട്ടിപ്പറിക്കാൻ പോകുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. കാരണം സുവിശേഷത്തിന് എന്നാ ഉണ്ട്? അതിന്റെ തേജസ്. ആ തേജസ് നമ്മൾ അനുഭവിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഇനി വീണ്ടും 1 തിമോത്തി അതിന്റെ 1:11 വായിച്ചു. 1:11 മഹത്വമുള്ള സുവിശേഷം, തേജസ്സുള്ള സുവിശേഷം. ഈ പരിജ്ഞാനം എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായ ഈ ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായി തന്നെ. അപ്പോ നേരത്തെ കേട്ടു ദൈവത്തിന്റെ സുവിശേഷം. ഇവിടെ ഇപ്പൊ ദൈവത്തിന്റെ സുവിശേഷത്തിന് എന്നാ പറയുന്നത്? ദൈവത്തിന്റെ സുവിശേഷത്തിന് മഹത്വമുണ്ട്. അതായത് നമ്മുടെ ഭാവിയിലെ നമ്മുടെ ഗ്ലോറി ഈ സുവിശേഷത്തിലൂടെ തരുന്നത്. ദൈവത്തിന്റെ സുവിശേഷത്തിന് മഹത്വമുണ്ട്. ഇനി ഈ സുവിശേഷത്തിന്റെ വേറൊരു പേരാണ് നിത്യ സുവിശേഷം. നിത്യമായി നമ്മൾ ദൈവത്തോടുകൂടെ, ഈ ഭൂമിയിലെ ജീവിതം ഒന്നും നിത്യമല്ല, എല്ലാം മരണമുള്ളതാണ്. എല്ലാം മരണമുള്ള. ഏതൊരു അപ്പച്ചനും അമ്മച്ചി എത്ര ധനവാനായാലും ശരി, അവർ നിത്യം ജീവിച്ചിരിക്കത്തില്ല. പക്ഷെ നമ്മൾ സ്വർഗരാജ്യ ജീവിതം, ദൈവരാജ്യ ജീവിതം അത് നിത്യമാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇതാ ആകാശത്തിലൂടെ ഒരു ദൂതൻ പറന്ന് സുവിശേഷം അറിയിക്കുന്നു. ആ സുവിശേഷത്തിന്റെ പേരാണ് നിത്യ സുവിശേഷം. വായിച്ചേ. വേറൊരു
ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു. അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം. സുവിശേഷം എല്ലാ ഭാഷക്കാരോടും, എല്ലാ ജാതിയോടും, എല്ലാ ഗോത്രത്തോടും, എല്ലാ വംശത്തോടും അറിയിക്കുക എന്ന് ഒറ്റ സുവിശേഷമേ ഉള്ളൂ. അതാണ് യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം. മനസ്സിലായോ? 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷം അത് ഒന്നേ ഉള്ളൂ. പല പല പേരുകളിൽ അതിൻ്റെതായ ആ സ്പെസിഫിക് അർത്ഥം, അതിൻ്റെതായ ബെനിഫിറ്റ് കാണിച്ചുകൊണ്ടാണ് ആ സുവിശേഷത്തിന് പല പല പേരുകൾ കടന്നു വരാനായിട്ട് ഇടയായത്. അപ്പൊ ഈ ഒരു തലം നമ്മൾ വ്യക്തതയോടെ തിരിച്ചറിയുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. ഇത് ഒറ്റ സുവിശേഷമേ ഉള്ളൂ. ഈ സുവിശേഷത്തിന്റെ ഉള്ളിൽ ധാരാളം നല്ല വിശേഷങ്ങളുണ്ട്. ഈ ഒറ്റ സുവിശേഷത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, ഈ ഒറ്റ സുവിശേഷത്തിൽ അർത്ഥമാക്കുന്നത് നമ്മൾ ക്രിസ്തുവിൽ ദൈവ കുടുംബമായി മാറുന്നു, ദൈവത്തിന്റെ മക്കളായി മാറുന്നു, ദൈവത്തിന്റെ അവകാശികളായി മാറുന്നു, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി മാറുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ആ ചിത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സുവിശേഷം എന്ന് പറയുന്നത് മറന്നു പോകരുത്. കണ്ടോ? മനുഷ്യ കുടുംബം, അപ്പൻ, അമ്മ, മക്കൾ. കുറച്ച് നാളേ ഉള്ളൂ, എല്ലാം മരണത്തിന്റെ കാൻഡിഡേറ്റ്സാ. ഇവിടെ നിന്ന് സുവിശേഷത്തിലൂടെ നമ്മളെ ഇതൊരു ആരോ വന്നേക്കുന്ന ഇൻവിറ്റേഷൻ ആണ്. ഇതാ ദൈവത്തിന്റെ കുടുംബം, ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. പുതിയ ജെറുസലേം. നമ്മൾ അവിടെ എനിക്ക് ജീവിക്കേണ്ട നിത്യമായിട്ട്. ഈ ഭൂമിയിൽ നിത്യമായ ജീവിതമില്ല, എന്നാൽ ഈ ദൈവരാജ്യത്തിൽ നിത്യമായ ജീവിതമാണ്. ഇതുകൊണ്ടാണ് ഇതിനെ നിത്യ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പൊ ഈ ദൈവരാജ്യ സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ അവിടെ സ്വർഗസ്ഥ പിതാവുണ്ട്, കർത്താവായ യേശു ഉണ്ട്. യേശു സ്വർഗസ്ഥ പിതാവിനെ റീപ്ലേസ് ചെയ്യുന്നില്ല, സ്വർഗസ്ഥ പിതാവ് യേശുവിനെ റീപ്ലേസ് ചെയ്യുന്നില്ല. സ്വർഗസ്ഥ പിതാവ് അവിടുത്തെ കാരണഭൂതനാണ്, യേശു ക്രിസ്തു അവിടുത്തെ മുഖാന്തരമാണ്. ഭൂമിയിലെ കുടുംബത്തിലെ കാരണഭൂതനാണ് പിതാവ്, മുഖാന്തരമാണ് മാതാവ്. പിതാവ് കാരണഭൂതൻ മുഖാന്തരത്തിലൂടെ മക്കളെ ജനിപ്പിച്ചു. സ്വർഗത്തിലെ ദൈവം പിതാവ് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ, കാൽവരി ക്രൂശിന്റെ യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ ജനിപ്പിച്ച മക്കളാണ് നമ്മളെല്ലാവരും. നമ്മളെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുക. പഴയതാണ് ഭൂമിയിലുള്ളത്. ഇതാ പഴയതെല്ലാം ദൈവം മാറ്റുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയായി. പഴയതോ ദൈവദൃഷ്ടിയിൽ കഴിഞ്ഞുപോയി. അപ്പൊ ഇനി നമ്മൾ ഈ നിത്യമായ ഈ സുവിശേഷം, ഈ ഗ്ലോറിയസ് ഗോസ്പൽ, ഇത് നാം അവകാശമാക്കുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഈ സുവിശേഷം ഇത് നമ്മൾ അവകാശമാക്കുമ്പോൾ അതിനു മുമ്പ് എല്ലാം ഉണ്ട്, ഒരു ന്യായവിധിയുണ്ട്, ഒരു സെലക്ഷൻ ഉണ്ട്. 1 പത്രോസ് 4:17 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങോട്ടേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിന് നമ്മൾ ക്വാളിഫൈ ആകണം. നമ്മൾ ആ ജഡ്ജ്മെന്റിലൂടെ കയറി പോകണം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ദൈവം ക്രിസ്തുവിലൂടെ നമ്മളെ ന്യായം വിധിക്കും. വായിച്ചു 1 പത്രോസ് 4:17. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? അപ്പോ ദൈവത്തിന്റെ സുവിശേഷം, ആരുടെ സുവിശേഷം? ദൈവത്തിന്റെ സുവിശേഷം. ഈ ദൈവത്തിന്റെ സുവിശേഷമാണ് അത് തന്നെയാണ് ദൈവരാജ്യ സുവിശേഷം. അത് തന്നെയാണ് ഗ്ലോറിയസ് ഗോസ്പൽ, തേജസ്സുള്ള സുവിശേഷം. അത് തന്നെയാണ് നിത്യ സുവിശേഷം. അത് തന്നെയാണ് യേശുവിന്റെ സുവിശേഷം. അത് തന്നെയാണ് പൗലോസ് പറഞ്ഞ എന്റെ സുവിശേഷം. എല്ലാം ഒന്ന് തന്നെ എന്റെ പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. നാം അത് അവകാശമാക്കണം. ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസ്ഥ എന്താകും? എപ്പോ? ന്യായവിധി എവിടെ തുടങ്ങിയാൽ? ന്യായവിധി അപ്പുറത്തെ ഇപ്പുറത്തെ ജാതികളുടെ വീട്ടിലല്ല, ദൈവഭവനത്തിൽ തുടങ്ങിയാൽ, നമ്മളിൽ ആരംഭിച്ചാൽ, ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ സുവിശേഷം അനുസരിക്കാനുള്ളതാ. വിശ്വാസം സത്യമാണോ എന്ന് തെളിയുന്നത് അനുസരണത്തിലൂടെ. അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? അപ്പോഴാണ് നമ്മൾ കൃപയുടെ സുവിശേഷം വന്ന് അടിച്ചു കയറ്റാൻ പോണേ. തിരിച്ചറിച്ച് കൃപ പറഞ്ഞില്ലല്ലോ, ഇത് തന്നെയാ കൃപയുടെ സുവിശേഷം. യാതൊരു മാറ്റമില്ല. ദൈവത്തിന്റെ ഈ സുവിശേഷം തന്നെയാ കൃപയുടെ സുവിശേഷം. ഒരു മാറ്റമില്ല. ഹല്ലേലൂയ.
അപ്പൊ കൃപ എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചുകൊണ്ട് എന്നാന്നറിയാമോ? സുവിശേഷം അനുസരിക്കാനൊന്നും നമുക്കൊട്ടൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ നമ്മളെങ്ങാനും വല്ലതും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് പ്രവൃത്തിയിലൂടെ രക്ഷയും പോവില്ലേ മക്കളെ? ഇവിടെ എന്താ ഇപ്പൊ 1 പത്രോസ് 4:17 പറഞ്ഞ്, ന്യായവിധി നമ്മിൽ തുടങ്ങിയാൽ, ആരിൽ? കൃപയുടെ സുവിശേഷം അനുസരിക്കുന്നതിൽ തുടങ്ങിയാൽ, ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? കൃപയുടെ സുവിശേഷം എന്ത് വേണ്ട? അനുസരിക്കണ്ട. കയറ്റിയും കുട്ടികളും കൃപയല്ലേ? എന്റെ മക്കളെ ചതിക്കപ്പെടരുത്. ഈ കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നതും ഈ ദൈവത്തിന്റെ സുവിശേഷമാണ്, ദൈവരായ സുവിശേഷമാണ്, സ്വർഗരായ സുവിശേഷമാണ്, ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഒരു മാറ്റമില്ല. കൃപ എന്ന് പറയുന്നത് അത് വേറൊരു തലം കാണിക്കുക. അതായത് കൃപയുടെ ഡെഫിനിഷൻ കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഞാനൊക്കെ പണ്ട് പഠിച്ച ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്തവന് ദൈവം കൊടുക്കുന്നത് ദാനമാണ്. ദൈവം ഒരിക്കലും അർഹിക്കാത്തവന് ഒന്നും കൊടുക്കുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എല്ലാ അർഹതയുള്ളവന് മാത്രമേ കൊടുക്കുകയുള്ളൂ. അർഹിക്കാത്തവരിൽ നിന്ന് ഉള്ളത് കൂടി എടുത്തു മാറ്റും. ഇവിടെ കൃപയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സന്ദേശം നമ്മൾ കേട്ടു. കേൾക്കാത്തവരത് 7ാമത്തെ എപ്പിസോഡ്, ഈ പറഞ്ഞതിൽ 7ാമത്തെ എപ്പിസോഡ്, ഇത് 8ാം. അസാധ്യമായത് ദൈവം സാധ്യമാക്കി കൊടുക്കുന്നതാണ് കൃപ. മനസ്സിലായോ? അത് അർഹിക്കാത്തതിന് കൊടുക്കുന്ന ദാനമല്ല. മനുഷ്യർക്ക് അസാധ്യമാണ് ചെയ്തത്, അത് ദൈവം സാധ്യം. അതാണ് കൃപ. അത് ആര് പറഞ്ഞ ഡെഫിനേഷനാ? യേശു ക്രിസ്തു തന്നെ നേരിട്ട് പറഞ്ഞ ഡെഫിനേഷനാണ് ഈ ഡെഫിനേഷൻ. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാ എല്ലാവരും എങ്ങനെയാ രക്ഷിക്കപ്പെട്ടെ? എല്ലാവരും രക്ഷിക്കപ്പെട്ടത് നിങ്ങൾക്കറിയാം, കൃപയാലാണ്, വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടത്. അതിന് ദൈവവചനം പറയുന്നു നാം കാരണമല്ല, അതിന്റെ കാരണം മുഴുവൻ ദൈവമാണ്. നാം കാരണമല്ല, അതിന്റെ കാരണം മുഴുവൻ ദൈവമാണ്. എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള അവസരം കിട്ടിയിട്ടില്ല, അതിന്റെ കാരണം ദൈവമാ. വായിച്ചേ എഫേസ്യർ 2:8 വായിച്ച്. ഈ കണക്ഷൻ മറന്നു പോകരുത്. ഞാൻ വീണ്ടും ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് ആവർത്തിക്കുകയാണ്. ഈ കണക്ഷൻ നിങ്ങൾ മറന്നു പോകരുത്. എന്താണ് കൃപ എന്ന് ആദ്യം അറിയണം. ഇനി അടുത്ത കാണിക്കാൻ പോണ ദൈവരാജ്യ സുവിശേഷമായ കൃപയുടെ സുവിശേഷമാണ്. അത് ദൈവത്തിന്റെ പൂർണ്ണ ആലോചനയാണത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. അതിന് നിങ്ങൾ കാരണമൊന്നുമല്ല, അത് ദൈവമാണ് കാരണം. ദൈവമാക്കി തന്നതാ, ദൈവമാക്കി തന്നതാ. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നമ്മളുടെ ഒരു പ്രവൃത്തിയും കാരണമല്ല, ദൈവമാണ് കാരണം. കൃപയ്ക്ക് 2 ഫേസ് ഉണ്ട്. നമുക്ക് ഈ ഫേസ് നമുക്ക് സംസാരിക്കാൻ സമയം കിട്ടില്ല, പുറകെ സംസാരിക്കാം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, കൃപയാൽ രക്ഷിക്കപ്പെടുന്ന കൃപ വേറെ, തുടർന്ന് വളരുന്ന കൃപ വേറെ. ഇത് രണ്ടും 2 സ്ഥലമാണ്. അപ്പോ എനിക്ക് കൃപയാലാണ് വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നമ്മളല്ല കാരണം, ദൈവമാണ് കാരണം. അതാണ് യേശു പറയുന്ന ഡെഫിനിഷൻ. മനുഷ്യരല്ല അസാധ്യം, ദൈവം സാധ്യമാക്കി കൊടുക്കുകയാണ്. ഇത് മറന്നുപോകരുത്. ഈ വേട് കൃപയാലാണ് വിശ്വാസം വരുന്നത് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, മറന്നുപോകരുത്. നമ്മൾ നേരത്തെ വായിച്ച മത്തായി 19 അധ്യായത്തിലേക്ക് പോവാം. ഈ ധനവാന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ഈ ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നു, അതിനേക്ക് എളുപ്പമാണ് ഒട്ടക സൂചിക്കൊടനാണ് കിടക്കുന്നു പറഞ്ഞില്ലേ? ഇതങ്ങ് പറഞ്ഞപ്പോ ശിഷ്യന്മാർക്ക് അതിശയമായി. ശിഷ്യന്മാര് ഉടനെ യേശുവിനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് 2-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ ഓൾറെഡി വായിച്ചു. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. ഇവിടെ ശിഷ്യന്മാരുടെ ചോദ്യം എന്ന് പറയുന്നത് സെയിം ആണ്, എങ്ങനെ രക്ഷിക്കപ്പെടാൻ പറ്റും? യേശു അതിന് മറുപടി പറയുന്ന രംഗമാണ്, അത് മനുഷ്യനല്ല അസാധ്യം, ദൈവത്താൽ സാധ്യം. യേശു യഥാർത്ഥത്തിൽ എന്നാ പറഞ്ഞത്? കൃപയുടെ ഡെഫിനിഷനാണ് പറയുന്നത്. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. ശിഷ്യന്മാർ ചോദിക്കുന്നു, അങ്ങനെ രക്ഷിക്കപ്പെടാൻ ആർക്ക് പറ്റും? ഉടനെ യേശു പറയാണ്, മനുഷ്യരല്ല അസാധ്യം, ദൈവത്താൽ സാധ്യം. നമുക്കതൊന്ന് വചനത്തിലൂടെ ഉറപ്പിക്കാം. ഓ ഫാദർ വി താങ്ക് യു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അങ്ങോട്ടേക്ക് വന്നോട്ടെ. ഓ ഫാദർ വി താങ്ക് യു. അത് കേട്ട് ശിഷ്യന്മാർ
വെച്ചു, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. കേട്ടോ, രക്ഷിക്കപ്പെടാൻ ആർക്ക് പറ്റും? എഫേസ്യർ പറയുന്നു, കൃപയാലും വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് കൃപ എന്ന ഡെഫിനിഷൻ യേശു പറയുകയാണ്. ഇതാണ് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ യെശയ്യാ 34:16 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കൂ, ഇതിലൊന്നും ഇണയില്ലാതെ ഇരിക്കത്തില്ല, കാരണം ദൈവത്തിന്റെ ആത്മാവത്രേ കൂട്ടിച്ചേർത്ത്. 2 3 പേരുടെ സാക്ഷ്യമൊഴിയാൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. അതിന്റെ ഇണ ഇവിടെ കിടക്കുന്നു. എന്താണ് കൃപ എന്ന് യേശു സ്വന്തം വാവുകൊണ്ട് പറയുകയാണ്. യേശു അവരെ നോക്കി, രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ ആ ശിഷ്യന്മാരെ നോക്കി യേശു പറയാണ്, അത് മനുഷ്യർക്ക് അസാധ്യം, മനുഷ്യർക്ക് പറ്റില്ല, എങ്കിലും ദൈവത്തിന് സകല സാധ്യം എന്ന് പറഞ്ഞു. മനുഷ്യർക്ക് അസാധ്യമായിട്ട് ദൈവം സാധ്യമാക്കി കൊടുക്കുന്നതാണ് കൃപ. ഹല്ലേലൂയ. ഇനി കൃപയുടെ സ്വിച്ച് ഇനി നമ്മുടെ കയ്യിലേക്ക് തരും. ആദ്യത്തെ രക്ഷിക്കപ്പെടുന്നതിന് സ്വിച്ച് നമ്മുടെ കയ്യിലില്ല, എന്നാൽ തുടർന്ന് ഇതിന്റെ സ്വിച്ച് നമ്മുടെ കയ്യിലേക്ക് തരും. ഹല്ലേലൂയ. അതെങ്ങനെയാണെന്നറിയാമോ? താഴ്മയുള്ളവർക്ക് ദൈവം അധികം കൃപ കൊടുക്കും. താഴ്മയുള്ളവർക്ക് തന്നെത്താൻ താഴ്ത്തുക, തന്നെത്താൻ ഉയർത്താൻ പോകരുത്, തന്നെത്താൻ താഴ്ത്തുക. താഴ്മയുള്ളവർക്ക് ദൈവം അധികം കൃപ കൊടുക്കുവാനായിട്ട് ഇടയാകും. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് തിരിയാം. ആ ഭാഗം കൃപയുടെ സുവിശേഷം കൊണ്ട് ഇന്ന് അനേകരും, കൃപയുടെ സുവിശേഷം നല്ലതാണ്, അത് തെറ്റായി അവതരിപ്പിക്കുന്നതിലൂടെ അനേകരും നരകത്തിലേക്ക് പോവുക. കാരണം കൃപയുടെ സുവിശേഷത്തിൽ അനുസരിക്കേണ്ടതേ എന്നാണ് ഈ കൂട്ടർ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പൊ ഒരു കാര്യം പറയാം, കൃപയുടെ സുവിശേഷം തന്നെയാണ് ദൈവത്തിന്റെ സുവിശേഷം, അത് തന്നെയാണ് ദൈവരാജ്യ സുവിശേഷം, അത് തന്നെയാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ഇതൊക്കെ നമ്മൾ ഒന്നാണെന്ന് ഈ വചനത്തിലൂടെ തെളിയിക്കാൻ പോവാം. വായിക്കാം. 1 അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 25-ാം വാക്യം. പൗലോസ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ച പൗലോസ് എങ്ങനെയാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ഇടയായത്? വായിച്ചു 20-25. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ പൗലോസ് പറയാണ്, താൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പക്ഷെ എന്ത് പ്രസംഗിച്ചിട്ടായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്? ദൈവരാജ്യം എന്ന ദൈവത്തിന്റെ സുവിശേഷം. അതാണ് ദൈവത്തിന്റെ പൂർണ്ണ ആലോചന. എങ്ങനെ ഞാൻ കൈ കാണിച്ചത് കണ്ടോ? ദൈവരാജ്യ സുവിശേഷം എങ്ങനെയാണ്? ദൈവത്തിന്റെ പൂർണ്ണ ആലോചന. ഇതിന്റെ പുറത്തൊന്നുമില്ല, ഇതിന്റെ ഉള്ളിലാണ് എല്ലാം. ഇതാണ് ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ സുവിശേഷം. ഇതിന്റെ ഉള്ളിലാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. അതായത് ക്രിസ്തു കാൽവരി ക്രൂശിക്കപ്പെട്ടെന്ന് പറഞ്ഞില്ലേ, കാൽവരി ക്രൂശിൽ ക്രിസ്തു മരിച്ചില്ലേ, അതൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. ഈ പാക്കേജ് ദൈവത്തിന്റെ പൂർണ്ണ ആലോചനയാണ്. പൂർണ്ണ ആലോചന. ഇതിൽ വീണ്ടും ജനനമുണ്ട്, ഇതിൽ ഒരുക്കപ്പെടലുണ്ട്, ഇതിൽ ദൈവരാജ്യ അവകാശമാക്കലുണ്ട്, എല്ലാം ഉണ്ട്. പൂർണ്ണ ആലോചന. അല്ലെങ്കിൽ ഇതിനുള്ളിലാണ് ആ അപ്പൻ മോക്ക് ആ താക്കോല് കൊടുത്തില്ലേ, വീടിന്റെ താക്കോല്. ഇതേപോലെ ദൈവത്തിന്റെ ആ വീടിന്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്. ആ വീടിന്റെ ഉള്ളിൽ കാറുണ്ട്, സോഫയുണ്ട്, ഇതാ ബെഡ്റൂമിൽ കോട്ടുണ്ട്, ഇതാ അടുക്കളയിൽ ഫ്രിഡ്ജുണ്ട്, എല്ലാം ഫർണിഷ്ഡ് റെഡി, മോക്ക് വേണ്ടി, മോന് വേണ്ടി റെഡി എന്നതുപോലെ ദൈവത്തിന്റെ പൂർണ്ണ ആലോചന ഇതിനുള്ളിലുണ്ട്. ഇത് തന്നെയാണ് കൃപയുടെ സുവിശേഷം. ഇത് പറഞ്ഞിട്ട് പ്രിയ സഹോദരങ്ങളെ, അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായി എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് പറയുന്നില്ലേ? 26-ാം വാക്യം പറയുന്നു, ഇതാണ് ദൈവത്തിന്റെ മൊത്തമുള്ള ആലോചന. വായിച്ചു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. അപ്പൊ പറഞ്ഞ മുഴു ദൈവത്തിന്റെ ആലോചന. അപ്പൊ ദൈവരാജ്യ സുവിശേഷം എന്താണോ? മുഴുവൻ ദൈവത്തിന്റെ ആലോചന. അത് പാർട്ടല്ല, ഹാഫ് ഗോസ്പൽ അല്ല, ഫുൾ ഗോസ്പൽ. നമ്മൾ പലപ്പോഴും ഹാഫ് ഗോസ്പൽ പ്രസംഗിച്ചിട്ട് ഫുൾ ഗോസ്പൽ ചർച്ച എഴുതിയും വരും. ഇതങ്ങനെയല്ല, ഫുൾ ഗോസ്പൽ, ദൈവത്തിന്റെ പൂർണ്ണ ആലോചന. ബൈബിളിൽ ഇങ്ങനെ ഒരു ആലോചനയുള്ള കാര്യം നമ്മൾ അറിയണം. ദൈവത്തിന്റെ പൂർണ്ണ ആലോചന എന്താണത്? ദൈവരാജ്യ സുവിശേഷം. പഠിത്തം കിട്ടിയോ?
ഈ ദൈവരാജ്യ സുവിശേഷം അറിയിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുന്ന ഒരു ബോൾഡ് ആയിട്ടുള്ള വേർഡുണ്ട്. ഇത് പലരോടും പറയുമെങ്കിലും പലരും അനുസരിക്കത്തില്ല, പലരും എതിർക്കും, അവരോട് പറയും. അതുകൊണ്ട് ദൈവത്തിന്റെ പൂർണ്ണ ആലോചന ഞാൻ നിങ്ങളോട് അറിയിച്ചു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ അതിന് ഞാൻ ഉത്തരവാദി അല്ല. ഈ ദൈവരാജ്യ സുവിശേഷം പറഞ്ഞാൽ നിങ്ങൾക്കത് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ദൈവത്തിന്റെ പൂർണ്ണ ആലോചന അറിയിച്ചിട്ടില്ല. വായിച്ചേ അതിന്റെ 26. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ഉണ്ടോ? ദൈവരാജ്യ സുവിശേഷം ഞങ്ങളോട് പ്രസംഗിച്ചു. അത് ദൈവത്തിന്റെ പൂർണ്ണ ആലോചനയാണ്. ഇത് നിങ്ങൾ ആരെങ്കിലും അനുസരിക്കുന്നില്ല, എതിർത്ത് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ അതിന് ഞാൻ കുറ്റക്കാരനല്ല. ദൈവത്തിന്റെ പൂർണ്ണ ആലോചന ഞാൻ നിങ്ങളോട് അറിയിച്ചു. ഇനി ദൈവരാജ്യ സുവിശേഷം തന്നെയാണ് കൃപയുടെ സുവിശേഷം എന്നൊന്ന് പറഞ്ഞു തരട്ടെ. അതിന്റെ തൊട്ട് മോളിൽ ദൈവരാജ്യ സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറഞ്ഞപ്പോ അതിന്റെ തൊട്ട് മോളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് 24-ാം വാക്യം. ഇതാണ് കൃപയുടെ സുവിശേഷം. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോ 25-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചു എന്ന് പറയുമ്പോ 24-ാം വാക്യം പറയുന്നു, അത് ദൈവകൃപയുടെ സുവിശേഷം. അത് ദൈവകൃപയുടെ സുവിശേഷം. അപ്പൊ ഈ ദൈവരാജ്യ സുവിശേഷം എന്ത് തന്നെയാ? ദൈവകൃപയുടെ സുവിശേഷമാണ് ദൈവരാജ്യ സുവിശേഷം. അപ്പൊ കൃപയുടെ സുവിശേഷം വേറെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ ഇറങ്ങിയിരിക്കുന്നു. അതിനനുസരിച്ചില്ലേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അങ്ങനെയല്ല. 1 പത്രോസ് 4:15 നാം കേട്ടു, ഇതാ ന്യായവിധി നമ്മളിൽ ആരംഭിച്ചാൽ സുവിശേഷം അനുസരിക്കാത്തവന്റെ ഗതി എന്താകും? ഹല്ലേലൂയ. ഗതി എന്താകും? നീതിമാൻ പ്രയാസന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അധർമ്മിയുടെയും പാപിയുടെയും ഗതി എന്താകും എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമ്മൾ ഒരു കൂട്ടർ ഇത് ദൈവകൃപയുടെ സുവിശേഷം അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഇതിനെയും കൊണ്ട് നടക്കുന്ന നരകത്തിലേക്ക് പോകും എന്നുള്ള ഗ്യാരണ്ടി അല്ലേ? ദൈവത്തിന്റെ വചനം സുവിശേഷം വിശ്വസിക്കാൻ മാത്രമല്ല അനുസരിക്കാനുള്ളതാണ്. യഥാർത്ഥ വിശ്വാസം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അനുസരണത്തിലൂടെയാണ്. അപ്പൊ ഈ ദൈവത്തിന്റെ പൂർണ്ണ ആലോചനയിൽ എന്നാ ഉണ്ട്? ദൈവത്തിന്റെ പൂർണ്ണ ആലോചനയിൽ പ്രിയ സഹോദരങ്ങളെ അവിടെ 3 സ്റ്റെപ്പാ ഉള്ളത്. 1, വീണ്ടും ജനനം. 2, ആ വീണ്ടും ജനിച്ച മക്കളെ ദൈവാത്മാവാൽ ആത്മാവിന്റെ ശുദ്ധീകരണത്തിലൂടെ ഒരുക്കിയെടുക്കുന്നു. 3-ാമത്തെ സ്റ്റെപ്പ്, അവർ ദൈവരാജ്യം അവകാശമാക്കുന്നു. അതാണ് സ്വർഗസ്ഥ പിതാവോട് കൂടെ ക്രിസ്തുവിലുള്ള വാസം. ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളുമായി നമ്മൾ ആയിത്തീരുകയാണ്. ഈ വ്യക്തമായ ബോധം ഉണ്ടാകണം. അപ്പോ ആ സ്റ്റെപ്പും കൂടി നമുക്ക് വായിച്ച് കൺക്ലൂഡ് ചെയ്യാം. 1 പത്രോസ്, ഓ ലോർഡ് ഐ ലവ് യു, 1-ാം അധ്യായം 4-5 വാക്യം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചേ, നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുക. വേർഡ് ശ്രദ്ധിച്ചു, ജനിപ്പിച്ചിരിക്കുക. ഇതൊക്കെ മനുഷ്യനാ സാധിക്കുമോ? ഇതൊക്കെ ദൈവം സാധ്യമാക്കി തരികയാ. കൃപയാ, മുഴുവൻ തുടക്കം മുതൽ ഒടുക്കം വരെ കൃപയാ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. ഇതാണ് 1-ാമത്തെ സ്റ്റെപ്പ്. ഇനി അതിന്റെ അവസാനത്തെ സ്റ്റെപ്പ്. ഇടയിലെ സ്റ്റെപ്പ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടില്ല. അവസാനത്തെ സ്റ്റെപ്പാണ് അവകാശമാക്കുക. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി. അപ്പൊ നമുക്ക് എന്നാ ഉണ്ട്? ഒരു അവകാശമുണ്ട്. അതിനായി ഇപ്പോൾ നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നു. അപ്പൊ 2 സ്റ്റെപ്പ് കണ്ടോ? താഴെ ഒരു സ്റ്റെപ്പ് വീണ്ടും ജനനം. അത് കഴിഞ്ഞവരായിരിക്കും ഈ ശുശ്രൂഷയിൽ നല്ലൊരു പങ്കും. ആരെങ്കിലും വീണ്ടും ജനനം അനുഭവിച്ചിട്ടില്ല എങ്കിൽ
പ്രിയ സഹോദര, പ്രിയ മകനെ, മകളെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അപ്പൻ സൃഷ്ടാവ് ഒരുക്കിയിരിക്കുന്ന ഒരു ഭാവിയുണ്ട്. അത് തന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരമാണ് ആ ഭാവിയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അതുകൊണ്ട് യേശു കർത്താവ് ദൈവത്തിന്റെ പുത്രനാണെന്നും ദൈവം അയച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതെന്നും ഞാനും നിങ്ങൾ പാപികളായിരിക്കെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി എന്നും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, നിങ്ങളുടെ പാപത്തിനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തുടർന്ന് ആ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച യേശുവിനെ അനുഗമിപ്പാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നുവെങ്കിൽ, ഇതാ പ്രിയ സഹോദരികളെ, നിങ്ങൾ വീണ്ടും ജനനം എന്ന ഒന്നാമത്തെ ആ സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കടന്നു വരിക. അതുകൊണ്ട് ആരെങ്കിലും അതിൽ കടന്നു വന്നിട്ടില്ല എങ്കിൽ കടന്നു വരിക പ്രത്യേകം ഓർപ്പിക്കുക. എങ്കിലേ നിങ്ങൾക്ക് അവകാശമാക്കുന്ന സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റൂ. ഇന്ന് നമ്മൾ ആരും അവകാശമാക്കിയിട്ടില്ല കേട്ടോ. വീട്ടിൽ ജനിച്ചവരും അവകാശമാക്കിയിട്ടില്ല. അവകാശമാക്കാൻ വേണ്ടിയാണ് വീട്ടിൽ ജനനം നടന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ എന്നാ ഉണ്ട്? അതിന്റെ ഇടയിൽ ഒരു ശുദ്ധീകരണമുണ്ട്. ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. അതാണ് അതിന്റെ ഇടയിലുള്ള സ്റ്റെപ്പ്. ആ ആത്മാവിന്റെ ശുദ്ധീകരണത്തിൽ ധാരാളം ടെസ്റ്റുകളിലൂടെ നമ്മൾ കടന്നു പോകണം. അതിനാണ് അതിന്റെ തൊട്ട് താഴത്തെ വചനത്തിൽ പറയുന്നത്, അതുകൊണ്ട് നാനാ പരീക്ഷകളിൽ, പല ടൈപ്പിലുള്ള പരീക്ഷകളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും. ആ പരീക്ഷകളിലൂടെ നമ്മൾ സ്വർണം തീയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ആത്മാവിന്റെ ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകും. പക്ഷെ പലർക്കും ഇത് അറിഞ്ഞുകൂടാ. അതിന്റെ ഇടയിൽ ഒരു സ്റ്റെപ്പ് ഉണ്ടെന്നുള്ള കാര്യം. അതിന്റെ 6-ാം വാക്യം വായിച്ച സിസ്റ്ററെ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. മനസ്സിലായോ? അപ്പോ അതിന്റെ ഇടയിലുള്ള പരിപാടിയാണ് നാനാ പരീക്ഷകൾ. അപ്പൊ ആദ്യം എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് വീണ്ടും ജനനം, രണ്ടാമത്തെ സ്റ്റെപ്പ് നാനാ പരീക്ഷകൾ, പരീക്ഷ ജയിച്ച മൂന്നാമത്തെ സ്റ്റെപ്പ് അവകാശം. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മോടെ ചെല്ലുമ്പോ പ്രിയ സഹോദരനെ ജയിച്ചു തരണം, എങ്കിൽ അവകാശം കിട്ടും. അവിടെയാണ് ഈ വെളിപ്പാട് 21:7 പറയുന്നത്, ജയിക്കുന്നവന് ഈ അവകാശത്തിലേക്ക് അവൻ കടന്നു വരും. എന്താണ് അവകാശം? മനുഷ്യന്റെ മകനായി ജഡരൂപിയായി ഭൂമിയിൽ ജനിച്ച നമ്മള് ദൈവത്തിന്റെ പുത്രരായി ജയം പ്രാപിക്കുകയാണ്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യ മക്കൾക്ക് ദൈവമക്കളാൻ അധികാരം കൊടുത്തു. വെളിപ്പാട് 21:7 വായിച്ച സിസ്റ്ററെ, ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. ആ അവകാശത്തിലേക്ക് കയറി വരികയാ. 3 സ്റ്റെപ്പ് മറക്കരുത്. വീണ്ടും ജനനം, നാനാ പരീക്ഷകൾ, അവകാശം. ആ അവകാശത്തിലേക്ക് അവകാശം ഒന്ന് വായിച്ച് 21:7. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഈ അവകാശത്തിലേക്ക് മക്കളെ നമുക്കെല്ലാം വരണ്ടേ? ആർക്കെ കിട്ടൂ? പാട്ട് പാടുന്നവന് കിട്ടുമെന്നാണ് എഴുതിയേക്കണേ? അല്ല, ജയിക്കണം. നാനാ പരീക്ഷകളുണ്ട് ഇവിടെ. ആ പരീക്ഷകളിൽ നാം ജയം പ്രാപിക്കണം. ആര് ജയിച്ചതുപോലെ? യേശു പറയുന്നു, ഞാൻ ജയിച്ചു എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. ഇതല്ലേ യേശു പറഞ്ഞേ? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ പോവാ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സിംഹാസനമാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ കാണാം. ആ സ്ത്രീയുടെ ഉദരത്തിൽ ഒരു ആൺകുട്ടിയെ കാണാം. ആ ആൺകുട്ടിയെ തിന്നുകളയാൻ പിശാച് നിൽക്കുകയാ. എന്നാൽ ആൺകുട്ടി പ്രസവിക്കപ്പെട്ടു. എങ്ങോട്ടേക്കാ? ദൈവ സിംഹാസനത്തിൽ പോയിരിക്കാന്. ക്രിസ്തു പറയാ, ഞാൻ ജയിച്ചു എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവനെ ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുന്നു. എന്റെയും മോനെ, എന്റെ മോളെയും മോനെ, നിനക്ക് ആർക്കെങ്കിലും ഇതുവരെ സിംഹാസനം കിട്ടിയിട്ടുണ്ടോ? വരണ്ടിപ്പൊല കിട്ടിയിട്ടുണ്ടാകും, സ്റ്റൂള് കിട്ടിയിട്ടുണ്ടാകും, ബെഞ്ച് കിട്ടിയിട്ടുണ്ടാകും, കസേര കിട്ടിയിട്ടുണ്ടാകുമോ, ചെയർ കിട്ടിയിട്ടുണ്ടാകും. ഇതുവരെ സിംഹാസനം കിട്ടിയോ? ഇല്ല. എന്നാൽ നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സിംഹാസനം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ആ സിംഹാസനത്തിന് വേണ്ടി കിങ്ഡം അലങ്കരിക്കാൻ രാജാക്കന്മാരായി സ്വർഗത്തിലെ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, പലതരം സുവിശേഷങ്ങളില്ല. സുവിശേഷം ഒന്നേ ഉള്ളൂ, പല പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ സുവിശേഷമാണ് യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവത്തിന്റെ സുവിശേഷം, ദൈവ രാജത്വ സുവിശേഷം. ഇത് തിരിച്ചറിയുക. ആ രാജത്വ സുവിശേഷത്തിലേക്ക് നമ്മൾ കിടക്കുക. അവസാനം നാം എന്താ അവകാശമാക്കേണ്ടേ? രാജാവ് തന്റെ വലത്തുള്ളവരോട്,
എന്റെ പിതാവിനാൽ. എല്ലായിടത്തും ഈ പിതാവിനെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാകും. പിതാവാ ആ കുടുംബത്തിന്റെ ബലം. ഇതാ യേശു പറയുന്നേ, എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിക്കാൻ കഴിയുന്ന ഒരുത്തരുമില്ല. കാരണം നിങ്ങളെ എനിക്ക് തന്ന എന്റെ പിതാവുണ്ടല്ലോ, എല്ലാവരെക്കാളും വലിയ ആ പിതാവ് ആ കുടുംബത്തിന്റെ ബലം. മനസ്സിലായോ? യേശു പോലും പിതാവിന്റെ വലതുഭാഗത്ത് കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ശത്രുക്കൾ പാദപീഠമാക്കി കൊടുക്കാമെന്ന്, ശത്രുക്കളെ പാദപീഠമാക്കി കൊടുക്കാമെന്ന് ആ പിതാവ് പറഞ്ഞിരിക്കുക. ആ പിതാവ് ആ കുടുംബത്തിന്റെ ബലം. പിതാവിനെ ഒഴിവാക്കരുത്, പിതാവിനെ ഒഴിവാക്കരുത്. ഇതാ സ്വർഗത്തിലെ ദൈവം വളരെ വ്യക്തതയോടെ നമ്മളോട് സംസാരിച്ചു. എന്റെ മക്കളെ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഉള്ള ആലോചനയാണ് ദൈവത്തിന്റെ സുവിശേഷം. ആ ആലോചന എന്റെ മകന് ഞാൻ പറഞ്ഞു കൊടുത്തു. ആ മകനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. അതുകൊണ്ടാണ് 3 കൂടാരം ഉണ്ടാക്കാന്ന് പറഞ്ഞ് യോഹന്നാനോടും പത്രോസിനോടും യാക്കോബിനോടും പറഞ്ഞത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുത്താൽ മതി, ഇവന് പറയാനുള്ള സന്ദേശം കേൾക്കുക. എന്റെ പൂർണ്ണ ആലോചന ഇവൻ പറഞ്ഞു തരും. ഞാനും നിങ്ങളുമായി ഒരുമിച്ച് ഒരു കുടുംബജീവിതമായി തീരാനാണ് എന്റെ ആലോചന. തുടർന്ന് ഇതാ നിങ്ങളുടെ കയ്യിലേക്ക്, എന്റെ മക്കളായ നിങ്ങളുടെ കയ്യിലേക്ക് ഇതാ ഭരണം ഏൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ ഞങ്ങളുടെ പിതാവ് പ്രസാദിച്ചു. നമ്മളെ കുറിച്ചുള്ള ആലോചനയാണ്. പ്രിയമക്കളെ, ദൈവത്തിന്റെ മക്കളായി ക്രിസ്തുവിൽ, ദൈവത്തിന്റെ മക്കളായി, ദൈവത്തിന്റെ അവകാശികളായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി, ക്രിസ്തുവോട് ചേർന്ന് ദൈവത്തിന്റെ ആ അധികാരവും ഭരണവും ക്രിസ്തുവിന്റെ കീഴിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വാഴുവാൻ ദൈവം നമ്മളെ വിളിക്കുക, ദൈവത്തിന്റെ മക്കളായി ദൈവ കുടുംബത്തിലേക്ക്. അതുകൊണ്ട് ആരും മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് ചതിക്കപ്പെട്ട്, ആരും വ്യർത്ഥ വാക്കുകളാൽ നിങ്ങളെ ചതിക്കരുതെന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മുടെ കലക്കവെള്ളം മുഴുവൻ തെളിയട്ടെ, കലങ്ങിയത് മുഴുവൻ തെളിയട്ടെ, കലങ്ങിയത് മുഴുവൻ തെളിയട്ടെ. വ്യക്തമായി ആ കലക്കവെള്ളം തെളിഞ്ഞു കഴിയുമ്പോൾ താഴെയുള്ള ഓരോ ചരൽ കല്ലുകളും കാണുന്നത് പോലെ കലക്കവെള്ളം മൊത്തം തെളിയപ്പെട്ട് ദൈവത്തിന്റെ ആലോചന വ്യക്തമായി ജനം കാണട്ടെ, ജനം അറിയട്ടെ. പല പല സുവിശേഷങ്ങളില്ല. സാത്താൻ നിങ്ങളെ കലക്കരുത്. നിങ്ങളുടെ അറിവില്ലായ്മ നിമിത്തം അവൻ നിങ്ങളെ കലക്കരുത്. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരേ ഒരു പദ്ധതിയുള്ളൂ. സുവിശേഷം ആദ്യം യഹൂദനും പിന്നെ യവനനും. അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. പൗലോസ് പറയുന്നു, എല്ലാ കണ്ണുകളും അടയട്ടെ. പൗലോസ് പറയുന്നു, സുവിശേഷം ആദ്യം യഹൂദന്മാരെ നിങ്ങളോട് അറിയിക്കേണ്ടത് ആവശ്യമായിരുന്നു. നിങ്ങളതിനെ തള്ളി ഞങ്ങൾ ജാതികളിലേക്ക് തിരിയും. ദൈവത്തിന്റെ ആ പൂർണ്ണ ആലോചനയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി സ്തോത്രം. പ്രിയമകനെ, പ്രിയമകളെ, നിന്റെ ശ്വാസം തീരുന്നതിന് മുമ്പ് ദൈവം നിന്നെ കേൾപ്പിച്ചു. ആകസ്മികമായിട്ടല്ല നീ ശുശ്രൂഷയുടെ മുമ്പിൽ വന്നിരുന്നത്. ദൈവം നിന്നെ കൊണ്ടുവന്ന് ഇരുത്തിയതാ. നീ ഇതൊന്ന് കേൾക്കാൻ, നീ ഇതൊന്ന് അറിയാൻ. നിന്നെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ പല സ്റ്റെപ്പുകൾ എടുത്ത് ഓടി നിന്റെ അടുക്കിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ഒരപ്പനുണ്ടെന്ന് യേശു വരച്ച് കാണിച്ചത്. ആ അപ്പന്റെ അടുക്കിലേക്ക് യാത്ര പോകുവാൻ ദൈവപുത്രനായ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച അപ്പന്റെ അടുക്കിലേക്ക് യാത്രയാണ്. നമ്മുടെ യാത്ര ട്രെയിനിലല്ല, ബസ്സിലല്ല, കാൽനടയായിട്ടല്ല. കാരണം ഇത് ശരീരം കൊണ്ടുള്ള യാത്രയല്ല, ഇത് ഹൃദയം കൊണ്ടുള്ള യാത്രയാണ്, ക്രിസ്തുവിലുള്ള യാത്രയാണ്. ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക്, എന്നപ്പൻ്റെ അടുക്കലെ യാത്രയെങ്കിൽ, സ്നേഹിതർ വിട്ട് പിരിയുമ്പോഴും ഞാൻ ഓരോ പടി കൂടെ ദൈവത്തോട്, പിതാവിനോടും പുത്രനോട് ആത്മാവിലുള്ള കൂട്ടായ്മയിൽ കാത്തിരിക്കുന്ന എൻ ദൈവത്തോട് ലോകം വെറുത്തു ഞാൻ യാത്രയാണ്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങനത്തെ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം.
ഈ വചനം കേട്ട ഈ മക്കൾക്കായി സ്തോത്രം. അവരുടെ ഹൃദയങ്ങളെ അങ്ങ് തുറന്നു കൊടുത്തതിനായി സ്തോത്രം. തുടർന്ന് ഇത് കേൾക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവരുടെ ഹൃദയങ്ങൾ അങ്ങ് തുറന്നു കൊടുക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന 100 പേരിന് തന്നെ വിളവെടുപ്പാൻ അങ്ങ് സഹായിക്കണമേ. ഇതിന് വഴിയും വാതിലും ഒക്കെ ആയി അങ്ങ് ഒരുക്കിയ അങ്ങയുടെ ദാസൻ സാജുവിനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയെല്ലാം അങ്ങ് മാനിക്കണമേ. ഇത് കേട്ട അനേക ദൈവരാജ്യം അവകാശമാക്കുവാൻ തക്കവണ്ണം അവരുടെ കൺഫ്യൂഷനുകൾ മാറി ആ കലക്കവെള്ളം തെളിയുന്നത് പോലെ ആയിത്തീരുവാൻ ക്രിസ്തുവാന്റെ തലയോളം വളർന്ന് സ്വർഗീയ പിതാവിൽ എത്തിച്ചേരുവാൻ അവരെ ഏവരെയും സഹായിക്കണമേ. സർവമഹത്വം പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തീർന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എമ്മേൻ എമ്മേൻ എമ്മേൻ. രോഗികളായ വ്യക്തിത്വങ്ങൾ രോഗമുള്ള വാങ്ങൽ കരങ്ങളെ വെച്ചാട്ടെ. സ്വർഗീയ പിതാവ് ക്രിസ്തയേശുവിലൂടെ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ സൗഖ്യവും നിങ്ങൾ പ്രാപിക്കാനിടയാകട്ടെ. ഞങ്ങളുടെ നന്മയ്ക്കായി സ്വർഗസ്ഥ പിതാവ് തന്റെ പുത്രനെ കാൽവരിയെ തകർത്ത് അവരെ അടിപ്പിട ഞങ്ങൾക്ക് നൽകിയ സൗഖ്യം ഇപ്പോൾ വിശ്വാസത്തോടെ കരങ്ങൾ വെച്ചിരിക്കുന്ന ജനങ്ങളുടെ മേൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അവർ സൗഖ്യമുള്ളവരായി തീരട്ടെ. ആമേൻ ആമേൻ ആമേൻ. സർവമഹത്വം പിതാവേ അങ്ങേ യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ട്യൂൺ ചെയ്ത ഏവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. കഴിഞ്ഞ 7 സന്ദേശങ്ങൾ വളരെ പ്രാധാന്യമേറിയതാണ്. അത് പ്രത്യേകം കേൾക്കാനായിട്ട് ഓർപ്പിക്കുന്നു. നമ്മുടെ പ്രവർത്തന രീതിയൊക്കെ ഉണ്ട് അതില്. അതായത് ലോ ഓഫ് ദ സ്പിരിറ്റ്, ആ ലോ ഓഫ് ദ സ്പിരിറ്റിനുള്ളിലാണ് ത്രിയേക പ്രവർത്തനം കടന്നു വരുന്നത്. ദൈവം തന്റെ ആത്മാവിനാൽ തന്റെ പുത്രന്മാരിൽ പ്രവർത്തിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ ഏകീകൃത പ്രവർത്തനം ദൈവപുത്രന്മാരുടെ ഉള്ളിൽ. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞ് അവനവൻ ആ പ്രവർത്തന ശൈലി ഏറ്റെടുക്കാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റില് www.kingdommessages.com എന്ന വെബ്സൈറ്റിലേക്ക് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ ധാരാളം സന്ദേശങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ പുസ്തകങ്ങൾ അതിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് വായിക്കാൻ കഴിയും എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം ഓർപ്പിക്കുക, അടുത്ത വ്യാഴാഴ്ച ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം നമ്മുടെ ഇവിടെ റിട്രീറ്റ് ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് മാസം റിട്രീറ്റ് 4-ാം തീയതി മുതൽ ഒരാഴ്ച, അത് ഞായറാഴ്ച തിരുവത്താഴ് ശുശ്രൂഷയുടെ കൂടെയാണ് അവസാനിക്കുന്നത്. നിങ്ങൾ ഏവരും അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ദൈവദാസന്മാരെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. കടന്നു വന്ന് ബൈബിൾ കോളേജിൽ ഒന്നും പഠിപ്പിക്കാത്ത ആ ദൈവരാജ്യ സുവിശേഷ ശുശ്രൂഷ നിങ്ങൾ അനുഭവിച്ച് കടന്നു പോവുക. എന്നിട്ട് അതിൽ എന്തെങ്കിലും ബൈബിളിലെ വചനപ്രകാരം തെറ്റുണ്ടെങ്കിൽ ചൂണ്ടി കാണിച്ചു തരിക. ഇല്ല എങ്കിൽ നിങ്ങൾ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ദൈവത്തിന്റെ ആടുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. അവരെല്ലാം ഈ ടെക്നോളജിയിലൂടെ, സ്പിരിച്വൽ ടെക്നോളജിയിലൂടെ, ലോ ഓഫ് ദ സ്പിരിറ്റിലൂടെ അവരെ ദൈവപുത്രന്മാരാക്കി വെളിപ്പെടുത്തുക. അത് നിങ്ങൾക്ക് സഹായകരമായി തീരും. അതുകൊണ്ട് ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മാത്രമല്ല ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റു പറയുന്നതിന് യേശു കർത്താവ് പറയാ, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെയും തന്റെ ദൂതന്മാരുടെയും മുമ്പാകെ ഞാനും ഏറ്റു പറയും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരെയും ദൈവരാജ്യം അവകാശമാക്കുവാൻ റൈറ്റ് ആയിട്ടുള്ള കമന്റ്സ് ദൈവത്തിന്റെ ആത്മാ നിങ്ങൾക്ക് തരുന്ന എഴുതി വെക്കുക. ചുമ്മാ എന്തെങ്കിലും എഴുതി കലഹം ഉണ്ടാക്കാനല്ല, പകരം ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുകയാണ്. തളർന്നിരിക്കുന്നവർ ബലപ്പെടട്ടെ. ദൈവം ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് മറക്കരുത്, വരുന്ന ധ്യാനം 4-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഏവരെ ക്ഷണിക്കുന്നു. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അപ്പൊ തന്നെ കഥാദാസൻ സാജുവിനോടും സഹോദരിയോടും ഉള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം ഏവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. സഹോദരിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്കൂടെ കൺക്ലൂഡ് ചെയ്യാം. ആയിരുന്ന ഈ ഗോസ്പൽ TV ഈ ബൈബിൾ ക്ലാസ്സിനോടൊപ്പം ആയിരുന്ന എല്ലാ ദൈവ മക്കൾക്കും നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച എല്ലാവർക്കും നന്ദി. Praise God. Thank you. അങ്ങനെയാട്ടെ. God be with you. Good night.